ഒരു ഉടമ്പടി എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടി ദൈവമായ ഉടമ്പടിയിലായാൽ പിന്നെ നമ്മൾ മുഖ്യ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടി സ്ഥിരീകരിച്ച് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഉടമ്പടി എടുക്കുന്നതും സ്ഥിരീകരണവും രണ്ട് സബ്ജക്റ്റാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോഴാണ് ദൈവം ഉടമ്പടി ഉറപ്പിക്കുന്നത്. ദൈവം ഈ ഉടമ്പടി ഉറപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ കണ്ടുവന്നിരിക്കുന്ന അനുഭവം കൊണ്ട് നോക്കണത്, ഒരു 10 ഉടമ്പടി എടുത്താൽ 6 ദൈവം ഉറപ്പിക്കത്തില്ല. അതാണ് ഇപ്പം കണ്ടുവരണത്. ചിലർക്ക് നമ്മൾ വളരെ ഉടമ്പടി ഉറപ്പിക്കും എന്ന് നമുക്ക് തോന്നണ ആൾക്കാരെ പക്ഷേ ദൈവം അത് ഉറപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. നമ്മൾ ഇവരുടെ ഉടമ്പടി ഉറക്കാൻ പോണില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ദൈവം അപ്രതീക്ഷിതമായ ചില ആൾക്കാർക്ക് ദൈവം ഉടമ്പടി ഉറപ്പിച്ചെന്നും വരും പെട്ടെന്ന്. അതെല്ലാം നമ്മുടെ മനോനിലയുടെ വിഷയങ്ങളാണ്. ഉടമ്പടിയും മനോനിലയും നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഒരു പൊട്ടക്കണ്ണൻ്റെ മാവട്ടെറി പോലെയുള്ള ഒരു വിഷയമല്ല. ഇത് ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രിസിഷനോട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃപാസനത്തിൽ പോകാം, ഉടമ്പടി എടുക്കാം. ചിലപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചേക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃപാസനം ചവിട്ടിയാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കും. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രിസിഷൻ എന്ന് പറയണത്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയാണ് കുഴപ്പം പറയണത്, നമ്മൾക്കാണ് കുഴപ്പം പറയണത്. ഇപ്പം എന്താണ്, കഴിഞ്ഞ ദിവസങ്ങളിലേ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ്, അപ്പോൾ അവർക്ക് 5-6 കൊല്ലമായിട്ട് മക്കളില്ല. അപ്പോൾ അവർ കൃപാസനത്തിലോട്ട് പോകാൻ തീരുമാനിച്ചു. 6 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോൾ അവർ ഒത്തിരിയേറെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അവസാനം അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവർക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവർ കൃപാസനത്തിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ദൈവമായിട്ടൊരു പേഴ്സണൽ ഇൻട്രാക്ഷൻ ഉള്ള ആളാണ്. ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത, ഞങ്ങളുടെ അപ്പന്മാരൊക്കെ ജീവിക്കുന്ന കാലത്തിനേക്കാളും ദൈവം ഒരു ജനകീയമായ കമ്മ്യൂണിക്കേഷൻസ് വന്നിട്ടുണ്ട്. നമ്മളവർക്ക് ഈ കാലം കെട്ടകാലമാണെന്ന്. കെട്ടകാലമല്ല, നല്ല തെളിച്ചമുള്ള കാലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് തന്നെ ദൈവത്തിന് പേഴ്സണൽ ബന്ധമുണ്ട്. എന്നിട്ട് അതിന് ഒരു പ്രയോറിറ്റി പാരമ്പര്യം ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ വി ആർ ട്രഡീഷണൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അത് പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നുമില്ല. ട്രഡീഷണൽ അപ്പൂപ്പന്മാരുടെ കാലത്ത് മുതൽ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഇപ്പോൾ നിൻ്റെ കാലത്ത് നിനക്ക് പ്രത്യേകിച്ച് ദൈവം നിനക്കൊരു ആനുകൂല്യം തരുന്നത്. ഇതെല്ലാം പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പേഴ്സണലായിട്ട് ആരാ കമ്മിറ്റ്മെൻറ്റ് ചെയ്യണത്? അയാളൊരു പുതിയ ആളാണെന്ന് വിചാരിച്ചു, വിശ്വാസത്തിലേക്ക് പുതിയ ആളായിട്ട് വന്നതാണ്. പക്ഷെ അയാളുടെ കമ്മിറ്റ്മെൻറ്റ് കറക്റ്റാണെങ്കിൽ ഉടമ്പടി ഉടനെ ഓക്കെ ആവും. പക്ഷെ നീ ഒരു 500 കൊല്ലം 1000 കൊല്ലം 2000 കൊല്ലമായിട്ട് നീ ക്രിസ്ത്യൻ കുടുംബത്തിൽ ഇങ്ങനെ ജനിച്ച് വന്ന ആളായതുകൊണ്ട് നീ കർത്താവിൻ്റെ തിരുസേന വരണത് കൊണ്ട് കർത്താവ് നിനക്ക് ഉത്തരം നൽകണമെന്നുള്ളത് ദാറ്റ് ഡസൻറ്റ് മേക്ക് എനിത്തിങ്. അത് വർക്കൗട്ട് ചെയ്യണില്ല. അത് നമ്മുടെ ഈ സാക്ഷ്യം കേട്ടിരിക്കുന്നതൊക്കെ മനസ്സിലാകും. ആരാണ് പേഴ്സണലായിട്ട് കമ്മിറ്റ് ചെയ്യണത്? ഈ ദൈവം സത്യമായത് കൊണ്ടാണ് ഈ വിഷയം. അതായത് ദൈവം സത്യമാണ്. നിൻ്റെ ഫയൽ എങ്ങനെയാണ്, നിൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് ദൈവമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, അതിപ്പോഴും നിലവിലുണ്ടോ, അക്കൗണ്ട് ഉണ്ടോ? അത് വല്ല കാലത്ത് ഇപ്പോൾ ചില ബാങ്ക് അക്കൗണ്ട് പോയി തുടങ്ങത്തില്ലേ, തുടങ്ങണ കാലത്ത് 100 രൂപ അടക്കും, അല്ലെങ്കിൽ പിന്നെ 2-3 കൊല്ലം കഴിയുമ്പോൾ കൊണ്ട് 1000 രൂപ അടക്കും.
പക്ഷേ നമ്മളിൽ 1000 അപ്പോൾ 1100 രൂപ അടച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പലിശ ഉണ്ടല്ലോ എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ ചെല്ലണത്. അപ്പോൾ അവർ പറയും കാശും കെട്ടി തരാൻ പറയും, സർവീസ് ചാർജായിട്ട് പോയെന്ന് പറയില്ല. പാരമ്പര്യക്കാരൻ്റെ ഒരു അവസ്ഥയാണ്, മൊത്തം സർവീസ് ചാർജായിട്ട് പോകും. നിന്നെ ഇത്രയും നാൾ കൊണ്ടുവന്നില്ലേ, അതിൻ്റെ സർവീസ് ചാർജായിട്ട് പോകും. അത് വളരെ സീരിയസ് വിഷയമാണ്. നമ്മൾ ബാങ്കിൽ ഇപ്പോൾ 2000 രൂപ 3000 രൂപ 4000 രൂപയൊക്കെ അടച്ചെന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ട് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ ചെല്ലുമ്പോൾ ആ 4000 ഇല്ല അവിടെ, അത് സർവീസ് ചാർജായിട്ട് പോയെന്ന് പറയും. പാരമ്പര്യക്കാരനെ കർത്താവുമായിട്ട് ഡെയിലി അക്കൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ സർവീസ് ചാർജ് കൂടിക്കൊണ്ടിരിക്കും. കാര്യം ദൈവം നമുക്ക് എന്ത് തന്നാലും ദൈവത്തിന് നഷ്ടമായിരിക്കും. അത് നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിന് നമുക്ക് ലാഭമായിരിക്കും. ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമ്മൾക്ക് എന്ത് കിട്ടി തന്നാലും ദൈവത്തിനത് നഷ്ടമായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിന്നെ വിശ്വാസത്തിലെടുക്കുമ്പോൾ ദൈവത്തിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരണത് നിനക്ക് വേണ്ടി നിത്യജീവനാണ്, അനുദിന ജീവിതമല്ല. നിൻ്റെ വിശ്വാസം ദൈവം കൺഫർ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം അലോട്ട് ചെയ്യേണ്ടി വരണത് എന്താണ്? കാര്യം വിശ്വാസം കൊടുക്കണത് കല്യാണം കെട്ടിക്കൽ, വസ്തു വിൽപ്പന, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോണ, അതൊന്നുമല്ല വിശ്വാസത്തിൻ്റെ പാക്കേജ്. വിശ്വാസം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ ദൈവത്തിന് അലോട്ട്മെൻറ്റായി ചെയ്യേണ്ടി വരണത് നിത്യജീവനായിരിക്കും. പക്ഷെ അത്രയും റിട്ടേൺസ് നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. അതാണ് ദൈവത്തിന് നഷ്ടമാണെന്ന് പറയാൻ കാര്യം. കാര്യം നിത്യജീവനെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ജീവൻ്റെ വിലയാണ്. നീ വിശ്വാസം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ തരേണ്ടി വരണത്, അലോട്ട് ചെയ്യേണ്ടി വരണത് എപ്പോഴും എന്താണ്? ഇതുകൊണ്ട് ഈ അമേരിക്കൻ വിസയുടെയൊക്കെ പ്രോബ്ലം എന്താ? അതല്ലേ പ്രോബ്ലം. അവർ 10 കൊല്ലത്തേക്ക് വിസ ഇൻവെസ്റ്റ് നിനക്ക് തരുന്നു. പക്ഷെ 10 കൊല്ലം നിനക്ക് അവിടെ പണിയെടുക്കാം. പക്ഷേ ഇന്നലെ ചെന്ന നീ ആ രാജ്യത്തിന് വേണ്ടി, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും മുടക്കിയിട്ടില്ല. ഇനി മുടക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്, വിദ്യാഭ്യാസം കൊണ്ട് അവിടെ സർവീസ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഇതിൽ നിനക്ക് വിചാരിക്കുമ്പോൾ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ് ശരിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ നീ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ, വിശ്വാസം കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരണത് വിശ്വാസമാണ്. പക്ഷെ ദൈവത്തിന് അലോട്ട് ചെയ്യേണ്ടി വരണത് നിത്യജീവനാണ്. എന്താ കാര്യം? നിത്യജീവൻ പക്ഷേ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്, ജീവൻ്റെ വിലയാണ്. പാപത്തിൻ്റെ പരിഹാരം അവൻ ചെയ്തത് കാരണം നിൻ്റെ പരിഹാരമാണ് നിനക്ക് ലഭിക്കണത്. പരിഹാരം നിത്യജീവനിലേക്ക് നമുക്ക് യോഗ്യമാകാൻ കാരണം നിൻ്റെ പകരക്കാരനായ നിൻ്റെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുകയും പാപപരിഹാരം പീഡാനുഭവങ്ങളുടെയും തിരുവണ്ണത്തിൻ്റെയും രൂപത്തിൽ അവൻ വഹിച്ചപ്പോഴാണ് അത് റിട്ടാലിയേറ്റ് ചെയ്തത്. റിട്ടാലിയേഷനാണ് വന്നിരിക്കുന്നത്. നിനക്ക് വേണ്ടി നീ സഹിക്കേണ്ടത് കർത്താവ് ഏറ്റെടുത്തു. നോൻപ് കാലം വാസ്തവത്തിൽ യേശുവിനെ എന്തുകൊണ്ടാണ് നമ്മൾ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുമ്പോൾ നമ്മൾ മുട്ടയിൽ നിന്നും എഴുന്നേറ്റും ഒക്കെ എന്ത് നടന്നത്? കർത്താവിൻ്റെ പങ്കപ്പാടുകളുടെ മനസ്സായുള്ള ദൈവസ്നേഹത്തോടെയുള്ള യോജിപ്പാണ് നമ്മൾ കാണിക്കുന്നത്. ദൈവസ്നേഹത്തോടെയുള്ള യോജിപ്പ് നമ്മൾ കാണിക്കുകയാണ്. ഐക്യദാർഢ്യമാണ് ശരിക്കും. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിലും പരിഹാരങ്ങളോടുമുള്ള ഒരു വിശ്വാസിയുടെ ഐക്യദാർഢ്യമാണ് ഈ കുരിശിൻ്റെ വഴിയെന്ന് പറയുന്നത്. കുരിശിൻ്റെ വഴി പരിഹാര പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് കുരിശിൻ്റെ വഴി അനുഷ്ഠാന കർമ്മം പോലെ തന്നെയാണ്. നമുക്ക് കുരിശിൻ്റെ വഴിയായിട്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെല്ലാം കുരിശിൻ്റെ വഴിയാണ്. നമുക്ക് ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ കുരിശിൻ്റെ വഴികളുണ്ട്. ഇപ്പോൾ ഒരു രോഗിയെ കാണാൻ പോകണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ പാർവതി എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യമുണ്ട്. അപ്പോൾ പാർവതി എന്ന് പറഞ്ഞ മോൾ ഉടമ്പടി എടുത്തിട്ട് ഒരു സിസ്റ്റർമാർ അന്തേവാസികളെ, പാവപ്പെട്ട ഈ അഭയമില്ലാത്ത ആൾക്കാരെ സന്ധിക്കുന്ന ഒരു സ്ഥലത്ത് പാർവതി പോകും. പാർവതി പോകുമ്പോൾ അവളുടെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല, അവർക്ക് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ സിസ്റ്ററിനോട് പറയും, സിസ്റ്ററെ ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്കൊന്നും തരാനില്ല. അപ്പോൾ സിസ്റ്റർ പറയും, നീ എന്തിനാ തരണത്? നിനക്ക് കർത്താവ് തരും അമർത്തി കുലുക്കി. അക്കാലത്ത് നീ ഒരു ചായക്ക് കാശ് പേർക്ക് കൊടുത്താൽ മതി. സിസ്റ്റർ അവർക്കൊന്നും വല്ലതും ചോദിച്ചില്ല. അവർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അതില്ലെന്നവർ പറഞ്ഞത് കൊണ്ട് സിസ്റ്റർ അങ്ങനെ തിരിച്ച് പറഞ്ഞു. എനിക്ക് ആ സിസ്റ്ററിൻ്റെ ഉത്തരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അപ്പോഴേ പാർവതി അമ്മയോട് പറയും, അമ്മയെ നമ്മൾക്കൊന്നും കൊടുക്കാനില്ലല്ലോ. അപ്പം പാർവതിയുടെ സ്വന്തം അമ്മ പറയും, നമ്മൾ കൊടുക്കും മകളെ എന്ന് പറയും. അതെന്താ കാര്യം? ഒരു പ്രത്യാശയാണ് ഉടമ്പടി വെച്ചിട്ടുണ്ട് കർത്താവുമായിട്ട്. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നമ്മുടെ ഉടമ്പടി ഉറപ്പിക്കും. അതാണ് അത് പാർവതിയോട് സ്വന്തം അമ്മ പറയണതാണ് എനിക്ക് എപ്പോഴും ഫീലായി വന്നിരുന്നത്. അതായത് നമ്മൾ കൊടുക്കും മോളെ എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്ത ഉടമ്പടി കർത്താവ് ഉറപ്പിക്കും. അന്ന് നമുക്ക് സമ്പത്ത് കിട്ടും, അന്ന് നമ്മളവർക്ക് പങ്കുവെച്ച് കൊടുക്കും. പങ്കുവെപ്പ് എല്ലാം കുരിശിൻ്റെ വഴികളാണ്. അത് വെയിലത്ത് പോകണം അല്ലേ, ചിലപ്പോൾ മഴയത്ത് പോകണം അല്ലേ, ചിലപ്പോൾ നമ്മൾ ആഹരിക്കാനുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ രോഗികൾക്ക് കൊടുത്ത് തീർന്നപ്പോൾ ഓഫീസിലേക്ക് പോണ വഴിക്ക് എൻ്റെ ഭക്ഷണം കൂടി അവർക്ക് കൊടുക്കേണ്ടി വരും. ആൾ കൂടിപ്പോയെന്ന് ആശുപത്രി ചെന്നപ്പോഴേ, ആശുപത്രി ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോഴേ ഗവൺമെൻറ് ഓഫീസറാണ്, കൊടുത്ത് വന്നപ്പോൾ പിന്നെ ആൾ വന്നപ്പോൾ അവിടെ ഭക്ഷണം കൊടുത്തു. പിന്നെ ഞാൻ ചായക്കടയിൽ പോയി ചായയും കുടിച്ചിട്ട് പോയി. അത് കുരിശിൻ്റെ വഴിയാണ്. അതാണ് കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത്. കർത്താവിന് വേണ്ടി കൊടുത്ത് വന്നപ്പോൾ പിന്നെ ഉള്ള സ്വന്തം ഭക്ഷണമാണ്. അതും ആൾ കൂടിയ കാരണം അറിയാതെ കൊടുത്തു. പിന്നെ ആശുപത്രി പോയി ഓഫീസിൽ പോയി ജോലി ചെയ്യണ്ടേ, തലനേരം നിൽക്കണ്ടേ, അത് കാരണം പോയി ഒരു ചായ ഒരു കടിയും കുടിച്ചിട്ട് ഞാൻ പോയി എന്ന് പറയും. അതാണ് അത് കുരിശിൻ്റെ വഴിയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നല്ല പ്രശ്നം, നിങ്ങൾ എന്ത് മനോഭാവത്തോടെ ചെയ്യുന്നു അവിടെയാണ് ഉടമ്പടി ഉറക്കണത്. അത് സന്തോഷത്തോടെ ചെയ്യണം. സന്തോഷത്തോടെ ചെയ്യണതിന് എന്ത് വേണം? ദൈവത്തോട് സ്നേഹമുണ്ടാകണം. നമുക്ക് സ്നേഹമുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ, ഒരിക്കലും ദുഃഖം ഉണ്ടാകത്തില്ല അല്ലേ. നമുക്ക് സ്നേഹമുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും, നമ്മൾ ഉപയോഗിക്കണത് തന്നെ കൊടുത്താലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെയും കൊടുക്കണം എന്നുള്ള സന്തോഷമേ ഉണ്ടാകത്തുള്ളൂ. അതെന്താ കാര്യം? സ്നേഹമുള്ളത് കൊണ്ടാണ്. നമ്മൾ മോന്തയും കയറ്റി മ്ലാനവചനം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്നേഹമില്ല, എന്തോ ഒരു കാര്യം നമ്മൾ ചട്ടപ്പടി ചെയ്തു തീർക്കുകയാണ്. അപ്പം സ്നേഹത്തോടെ കൊടുക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. അതാണ് കരുണ കാണിക്കുന്നത്. എന്ത് ചെയ്യണം? മോന്തം കയറ്റിക്കൊണ്ട് കരുണ കാണിക്കരുതെന്ന്. അത് ഔട്ട് ഓഫ് ലവ് അല്ലെന്ന്. കൊടുക്കുന്നവൻ എന്ത് ചെയ്യണം? അത് പ്രസന്നവതിനകത്ത് വളരെ ഹാപ്പി ആയിരിക്കണമെന്ന്. ഈ നാടകക്കാരെ പോലെ സിനിമാക്കാരെ പോലെ ഹാപ്പി അഭിനയിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അത് കാപട്യം പറയും. നമുക്ക് ഫീൽ ചെയ്യണം. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. ഇനിയിപ്പോൾ അതും ചെയ്യണമല്ല, ഇനി 10 രൂപ കൊടുക്കണമല്ല, ഇനി ആശുപത്രിയിലും പോകണമല്ല. ഇങ്ങനെ കുറേ പെരിച്ചാഴികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 10-6 ഉടമ്പടി ഉറപ്പിക്കുന്നില്ല. കാര്യം എന്താ പറയണത്? അവർ പറയും, ഇനി 10 കൊടുക്കണമല്ലോ, ഇത് ഇവിടെ കൊടുക്കാനാ, ഇനി അതും ചെയ്യണം, ഇനി രോഗികൾക്ക് കൊടുക്കണം, ഇനി ആശുപത്രിയും പോകണം, ഇതിവിടെ പോകാനാ. ഇങ്ങനെയൊക്കെ അളിഞ്ഞ മോന്തമായിട്ട് ചെയ്യണ ചൊല്ലെ കുറേ പണ്ടാരങ്ങളുണ്ട്. ഇത് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ വന്ന് സ്ഥലം കളയരുത്. ഒന്നാമത്തെ സ്ഥലമില്ലാത്ത സ്ഥലമാണിത്. അത് സന്തോഷത്തോടെ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സന്തോഷം വരണത്? അത് നമുക്ക് ഈശോയോട് സ്നേഹം ഉണ്ടാകണം. ഇപ്പം ഞങ്ങളൊക്കെ പൗരോഹിത്യത്തിൻ്റെ 32-ാം കൊല്ലമല്ലേ, എന്തൊരു സന്തോഷമാണ് ഞങ്ങളുടെ ഉള്ളിലൊക്കെ ഉള്ളത്. ഒരു ജന്മം മുഴുവൻ കൊടുത്തിരിക്കുകയല്ലേ, ഒരു ജന്മം. എന്നാൽ ഇതിൻ്റെ പേരിൽ വല്ലതും ആനുകൂല്യം മേടിച്ചു. ഞാനൊക്കെ ഇന്നലെ 10,400 പേരൊക്കെ ഉണ്ട്. എൻ്റെ നടുവൊക്കെ ഒടിഞ്ഞ് അവസാനം ആ കൊച്ചുകൊണ്ടെ കൊണ്ട് ഞാൻ തടകിക്കായിരുന്നു രാത്രി. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണ്. എന്താ കാര്യം? കർത്താവിന് വേണ്ടി നമ്മുടെ ലൈഫ് കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നാണ്. ശുശ്രൂഷയ്ക്ക് ഉണ്ടാകുന്നത് സന്തോഷമായിരിക്കണം. അതാണ് കുരിശിൻ്റെ വഴി. ഈ കുരിശിൻ്റെ വഴി നടത്തിയപ്പോഴും സത്യം പറഞ്ഞ ഈശോയ്ക്ക് സന്തോഷമായിരുന്നു. ബൈബിളിൽ പറയേണ്ടത് നമ്മൾ പറയാം ഈശോയ്ക്ക് ഭയങ്കര ദുഃഖമായിരുന്നു എന്ന് പറയാം. അല്ല, കർത്താവിന് പണ്ട് ഹി വാസ് സോ കണ്ടൻറ്റ്. അതായത് അവൻ്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന പുതിയ തലമുറയെ കണ്ടപ്പോൾ അവന് സംതൃപ്തി അടഞ്ഞെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ 53:10-11.
ഐശയ്യ 53:10-11. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. സംതൃപ്തിയായി ഐശയ്ക്കുണ്ടായിരുന്നത്. അതൊന്നും വായിച്ചേ, അത് കേട്ടിരുന്നേ, കേൾക്കുമ്പോൾ തന്നെ അഭിഷേകം ഉണ്ടാവും. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തന്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. അതായത് കഠിനവേദനയുടെ ഫലം ഈശോ തന്നെ മനക്കണ്ണാൽ കണ്ടുകൊണ്ട് ഈശോയ്ക്ക് ഭയങ്കര കണ്ടൻസ് ഉണ്ടാകണതാണ്, സംതൃപ്തി ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ കഠിനവേദനയുടെ ഫലം നിങ്ങൾ നേരത്തെ കാണണം. മനസ്സിലായില്ലേ? കഠിനവേദനയുടെ ഫലം നിങ്ങൾ നേരത്തെ കാണണം. കാരണം രക്ഷാകര നടപടിയിൽ കഠിനവേദനയ്ക്ക് ഭയങ്കര റോളാണ്. ഇപ്പം നിങ്ങളുടെ നാത്തും തമ്മിൽ നിങ്ങൾ മിണ്ടണില്ല. നിങ്ങളെന്താ മിണ്ടാത്തതിൻ്റെ കാരണം? എരവ് മേടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് 5 പവൻ്റെ മാലയും മേടിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ അടിയന്തരത്തിൽ പോലും തിരിച്ചു തരാമെന്ന് പറഞ്ഞ്. ഇപ്പം അവർ തരണില്ല. ഇപ്പം അവരോട് ചോദിക്കാൻ പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്ത്രീധനത്തിൽ വെട്ടിക്കുറച്ചേക്കാൻ പറയും. പോരെ, മനസ്സിലായില്ലേ? അവർ 5 പവൻ്റെ പവനെ മേടിച്ചുകൊണ്ട് പോയി. നല്ല സ്നേഹത്തിന് നല്ല എണ്ണമൊക്കെ ഇങ്ങനെ പറ്റിക്കൂടി വന്ന് സ്നേഹിച്ച് നമ്മുടെ അന്ന് തലവും കിട്ടിയപ്പോൾ എരവ് മേടിച്ചത്. അമ്മ ഇങ്ങനെ ചോദിക്കായിരിക്കും, അവർക്കൊരു കല്യാണത്തിൽ മകളുടെ കല്യാണത്തിൽ പോയതാണെന്ന്. പക്ഷേ ഇപ്പോഴവർ തരണില്ല, തിരിച്ചു തരാമെന്ന് തന്നില്ല. ഇപ്പം അത് ഞാനൊരു കണക്കിന് പണയം വെച്ച് നാത്തുനെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ എന്നാൽ പെട്ടെന്ന് എടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ പണയം വെപ്പിച്ച് എടുത്തു തരണില്ല, അവരത് വിറ്റത്. അതെന്താ വീട്ടിരിക്കണം? അപ്പോൾ നമ്മളെ പറ്റിക്കുകയും ചെയ്ത് ചതിക്കുകയും ചെയ്ത് നമ്മുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും അവർ ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായി പെരുമാറുകയും ചെയ്ത്. അപ്പോൾ അത് നമ്മൾ ഇനി ഇങ്ങനെയുള്ള ഒരു അഴുക്ക് കെട്ട ആൾക്കാരോട് മിണ്ടണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ നമുക്ക് മിണ്ടേണ്ടി വരും. കാര്യം ഉടമ്പടി അങ്ങനെ വർക്കൗട്ട് ചെയ്യത്തില്ല. ഈ നാത്തൂരിങ്ങനെ മിണ്ടാ നിൽക്കത്തോളം കാലം ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അവിടെ വൈരാഗ്യമല്ലേ നിൽക്കണത്, വെറുപ്പല്ലേ നിൽക്കണത്. അപ്പോൾ ഉടമ്പടി ഫ്രീസായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെന്ന് അവരോട് മിണ്ടും. അപ്പോൾ നമ്മളെന്ത് പറയും? മാലയും പോയി, പിന്നെ ഈ പണ്ടാരത്തിനോട് മിണ്ടുകയും ചെയ്യേണ്ടി വന്ന്. പിടിയിട്ടില്ലേ? നമ്മുടെ മാലയും പോയി, ഈ പണ്ടാരത്തിനോട് കഠിനവേദന നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ നമ്മുടെ കഠിനവേദന നമ്മുടെ മനസ്സിലുണ്ടാകും. കാര്യം നമ്മളെ തോറ്റില്ലേ, നമ്മളെ വഞ്ചിച്ചപ്പോൾ നമ്മൾ തോറ്റു. നമ്മളോട് നമ്മുടെ സത്യസന്ധതയെ അവർ പട്ടിക്കാടത്തിന് വില കൊടുത്തില്ലല്ല, അവരെ വെച്ച് മുതലെടുത്തില്ലേ. അപ്പോൾ അതൊക്കെ വൈരാഗ്യം ഉണ്ടായി. അതുകൊണ്ട് നമ്മളവരോട് മിണ്ടുന്നില്ല. ഇപ്പം എന്നാ പറയണത്? ഉടമ്പടി എടുത്തപ്പോൾ കർത്താവുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നീ ഒരു എന്തുകൊണ്ടാണ് അവരുടെ മിണ്ടേണ്ടി വരണത്? ഉടമ്പടി വൈരാഗ്യത്തിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ദൈവമായ വ്യക്തിയുമായിട്ടാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. മനസ്സിലല്ലേ? നീ ഒരു വിശ്വാസിയല്ല, നീ ഒരു പങ്കാളിയാണ്. സാധാരണ ആൾക്കാർ വിശ്വാസികളാണ്, പങ്കാളികളല്ല. ഉടമ്പടി എടുക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ പങ്കാളിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പങ്കാളി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിൻ്റെ അപ്പൻ്റെ പങ്കാളിയാണെന്ന് വിചാരിച്ചോ നീ. അപ്പം അപ്പന് 4 മക്കളുണ്ടെങ്കിൽ 4 ഒരു ഭാഗത്തിന് മാത്രമേ അവകാശമുള്ളൂ നിനക്ക്. അപ്പന് ഭാര്യയുണ്ട് അല്ലേ? അപ്പൻ്റെ പെങ്ങന്മാർ കല്യാണമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവകാശം പടപടാന്ന് കുറഞ്ഞ് വരും. അപ്പം അപ്പനാണെന്ന് പറഞ്ഞ കാര്യമില്ല, അവകാശം കുറഞ്ഞ് വരും. പക്ഷെ ദൈവത്തിന് അങ്ങനെയില്ല. ദൈവത്തിന് നീ ഒറ്റ മകനുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഫുൾ സ്വത്തിന് നീ അവകാശിയാണ്. മനസ്സിലായില്ലേ? ദൈവത്തിന് നീ ഒറ്റ മകളാണെങ്കിലും, അതാണ് ഈശോ പറഞ്ഞത്, 99-100 ആടുണ്ട് അല്ലേ? 100 ആട് ഉണ്ടെങ്കിൽ ആ 100 ആടിനെ ഒരാട് മേയിച്ചോണ്ട് നടന്നപ്പോൾ മലയിടുക്കിലും മുൾപ്പടപ്പിലും പെട്ടുപോയി. ഇടയിൽ മറ്റു 99 ആട് മുമ്പോട്ട് പോയി.
താഴ്വാരത്തിൽ ഇറങ്ങിയപ്പോൾ ഒരെണ്ണത്തെ കാണാനില്ല. ആ ഒരെണ്ണത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് പട്ടി കുരക്കണുണ്ട്. പട്ടിയല്ലേ ഇതിനെ കൊണ്ടു നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഒന്നിനെ കാണാനില്ലെങ്കിൽ പട്ടി സെൻസ് ചെയ്തിട്ട് കുരക്കണുണ്ട്. അപ്പോൾ ഇതിനെ ഇടയൻ നോക്കിയപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പുലി പിടിച്ചോ ചെന്നായി പിടിച്ചോ ഇടയൻ പക്ഷേ ഈ ഒരു ആടിന് വേണ്ടി തിരക്കി പോവുകയാണ്. എന്താ ചെയ്തിരിക്കണം? 99 താഴ്വാരങ്ങൾ ഇട്ടിട്ട് ഒന്നിനെ തിരക്കി പോവുകയാണ്. അപ്പോൾ തിരക്കി പോകുമ്പോൾ തിരക്കി കണ്ട് കിട്ടുമ്പോഴാണ് ഇതിനെ അന്വേഷിക്കണത്. അല്ല പകുതിക്ക് അന്വേഷിച്ചിട്ട് എപ്പോൾ പോയി ചാകട്ടെ നമുക്ക് എന്താ ബാക്കി 99 ഉണ്ടല്ല. അതാണ് മനുഷ്യന്മാരുടെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയില്ല. ഇത് ബൈബിൾ എന്താ പറയണത്? കണ്ട് കിട്ടുമ്പോഴും കുഞ്ഞേ കുഞ്ഞേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഈ ഇടയൻ 99 വില ഒന്നിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ വില 99 എന്ന് വെച്ചാൽ നിൻ്റെ വില ദൈവത്തിന് മൊത്തം മക്കൾക്ക് എന്ത് അവകാശമുണ്ട് അത്രയും അവകാശം നിനക്കുണ്ടെന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഒരു മനുഷ്യരുണ്ടെങ്കിലും ആ 800 കോടിയുടെ വില നിനക്ക് സിംഗിൾ പേഴ്സണായ നിനക്ക് ദൈവം തരുന്നുണ്ട്. ഇനി 800 കോടിയിൽ നീ മാത്രം നശിച്ചു പോയാൽ നിനക്ക് വേണ്ടി മാത്രം യേശു ക്രൂശിക്കപ്പെടാൻ തയ്യാറാണെന്നുള്ള അവൻ്റെ മനസ്സാണ് വെളിപ്പെടുത്തുന്നത്. 99 കഥ പറയുമ്പോൾ എന്താ പറയണത്? 99 മെച്ച സ്ഥലങ്ങളെ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയി ഒന്നിനെ തേടുമ്പോൾ 99 വില ആ ഒന്നിനുണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് 800 കോടി മനുഷ്യർ ഈ ഭൂമിയിലുണ്ടെന്ന് വിചാരിച്ചോ. 800 കോടി നീ മാത്രമാണ് ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ നിനക്ക് വേണ്ടി മാത്രം പാപപരിഹാരം ചെയ്ത് ക്രൂശിക്കപ്പെടാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ വലിയ ഹൃദയമാണ്, ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ബൈബിൾ വാഴ്ത്തുന്നത്. കാരണത്തിന് അപ്പം എന്താണ് അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് ഈ നോൻപ് കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ എനിക്കപ്പോൾ കാനഡയിൽ പോകാൻ പറ്റും, എനിക്കപ്പോൾ ഫ്രാൻസിൽ പോകാൻ പറ്റും, എപ്പോഴാണ് എൻ്റെ ഓഫർ ലെറ്റർ വരുന്നത്, എപ്പോഴാണ് എൻ്റെ വിസ റെഡിയാകണത്. ഉടമ്പടി എടുത്തിട്ട് ഇത് തന്നെ ചിന്തയെങ്കിൽ ഈ ജന്മത്തിൽ സാധനം ശരിയാകാൻ പോണില്ല. കാര്യം നീ വയറ്റിപ്പഴപ്പാണെന്ന് കർത്താവിന് അറിയാൻ പറ്റും. ദൈവസ്നേഹം നിനക്കില്ല. ദൈവസ്നേഹമുള്ളവർ ദൈവത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര സ്നേഹത്തോടെയാണ് ദൈവം നമ്മളെ കരുതണത്. നമുക്ക് കുരിശുരൂപത്തിൻ്റെ വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി, നമ്മൾ ഇരുന്ന് കണ്ണ് നിറഞ്ഞു പോകും. അത്രയ്ക്ക് വലിയ അഗാധമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. നോൻപ് കാലത്ത് ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പാപത്തിന് അറിയാതെ തന്നെ മാനസാന്തരം നമുക്കുണ്ടാകും. കാര്യം നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണല്ലോ അവൻ ക്രൂശിതനായെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ആരായി, അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. പിന്നെ നമ്മുടെ മുമ്പിലൊരു ഓപ്ഷൻ എന്ന് പറയണത് ഈ ദൈവസ്നേഹത്തിന് പ്രതിവിധി ചെയ്യുക. ദൈവസ്നേഹത്തിന് പ്രതിവിധി ചെയ്യാനാണ് നമ്മൾ ഉടമ്പടിയിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണത്. അപ്പോഴും നമ്മൾ ഓർത്തേക്കണം, ദൈവസ്നേഹത്തിൻ്റെ പ്രതിവിധിയാണ് ചെയ്യണത്. ചില ആൾക്കാർ പറയും ഞാൻ ഉടമ്പടി പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്യില്ലേ, കാരുണ്യ പ്രവൃത്തി ചെയ്തില്ല. ഉടമ്പടി പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്യില്ലേ, പ്രത്യക്ഷ പ്രവർത്തനം ചെയ്തില്ല. അപ്പം നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. ഈ ചുണ്ടുകൊണ്ട് കാണിക്കണ കണക്കുണാന്നുള്ള പരിപാടിയൊക്കെ എളുപ്പമല്ലേ, വേറെ വീട്ടിലിരുന്ന് ചെയ്താൽ മതിയല്ല. അതുകൊണ്ടാണ് ഈ അനാട്ടമി നോക്കിയിട്ട് ഇനി ഉടമ്പടിക്കുക. ഞാൻ ഈ അൽത്താരെ പെട്ടുപോയത് നിങ്ങളുടെ ഗുണമാണ്. അല്ലെങ്കിൽ അനാട്ടമി നോക്കിയിട്ട് ഞാൻ പറയും ഈ സാധനത്തിന് ഉടമ്പടിക്കാൻ കൊള്ളത്തില്ലെന്ന് പറയും. എന്ന് വെച്ചാൽ അവർ ബോഡി കാണാൻ പറയാൻ പറ്റും, ഇത് ഇരുന്ന പാട്ടിൽ എഴുന്നേക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക. കണ്ണ് കണ്ടാൽ പറയാൻ പറ്റും ഇത് എടുത്ത് ചടക്കാരിയാണ്, മുൻകോപിയാണ്, ദൈവത്തിന് നിരക്കണ ജീവിതമാണ് എന്നൊക്കെ പെട്ടെന്ന് കണ്ടറിയാൻ പറ്റും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് തരക്കാരായാലും ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തോടാണ് ഞാൻ ഉടമ്പടി ചെയ്ത് എടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ വരെ എത്താൻ വേണ്ടി നമ്മളെക്കൊണ്ട് കഴിയാവുന്നത് നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ജീവിതം തന്നെ ഒരു ഉടമ്പടി തന്നെ ഒരു കുരിശിൻ്റെ വഴിയായിട്ട് കൺവേർട്ട് ചെയ്യണത്. നമുക്ക് സമയം നഷ്ടമുണ്ടാകും, ആരോഗ്യം നഷ്ടമുണ്ടാകും, നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ നഷ്ടപ്പെടും. കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് ഇടപെടാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് വേറെ സംഭവമാണ്.
നമ്മൾ കൊടുക്കാൻ, പങ്കുവെക്കാൻ ജീവിതമോ അല്ലെങ്കിൽ നമുക്കുള്ളതോ നമ്മുടെ സമയമോ നമ്മുടെ സന്തോഷമോ നമ്മൾ പങ്കുവെക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളെ ക്രിസ്തു എന്നുള്ള ആ വലിയ ദൈവിക പദ്ധതിയുമായിട്ട് ഇടപഴകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത്രയ്ക്ക് പ്രബൗണ്ടാണ് ഈ വിഷയം. ഞാൻ നിങ്ങളെ ഈ ഉടമ്പടിയിലൂടെ ഇത്രയും വലിയ അടയാളങ്ങളൊക്കെ ആൾക്കാർ കാണുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഇച്ഛാഭംഗം വരും. ചില സമയത്ത് സന്തോഷം വരും, എന്നാൽ ഇച്ഛാഭംഗം. കാര്യം മാതാവിനെ എല്ലാവരും തന്നെ കാണുന്നുണ്ട്, ഈശോനെ കാണുന്നുണ്ട്. ഇനി ഓരോരോ സ്ഥലങ്ങളിൽ ദൈവം സഞ്ചരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളുടെ കൂടെ എത്തുമ്പോൾ ഞാൻ അമ്മയോട് പറയും, ഇത് നാണം കെട്ട പരിപാടിയായി പോയി എന്ന് പറയും, ഉള്ളിൽ പറയും. എന്താ കാര്യം? ദൈവത്തെക്കുറിച്ച് ആയും കായ്ക്കായും അറിയാത്ത ആൾക്കാർക്ക് ദൈവം വളരെ സംരംഭനായി തീരുമ്പോൾ ഇനി ഈ കുന്തങ്ങൾ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് പഠിക്കത്തില്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കത്തില്ല, ദൈവത്തെ അന്വേഷിക്കത്തില്ല. ഇത് സിമ്പിളാണ്, ഈസിയാണ്, എങ്ങനെ ജീവിക്കാം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള തെറ്റായ ധാരണ വരും. ഉടമ്പടി അങ്ങനെ ഒരു ധാരണ ഉണ്ടാകരുത്. കാര്യം ഇത് നിങ്ങളുടെ കൂടെ ദൈവം വന്നു. അമ്മ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർവതിയുടെ സാക്ഷ്യം തന്നെ എടുക്കാം. പാർവതിയുടെ അവസ്ഥ അറിയാമല്ലോ, നിങ്ങളെ സാക്ഷ്യം ഒന്ന് കേൾക്കണമല്ലായിരിക്കും. പെരുമ്പോൾ ഒരു കാര്യമാണ് പാർവതി അമ്മയും. ആ പാർവതിക്ക് 21 വയസ്സുള്ളപ്പോൾ അമ്മനെയും അവളുടെ അനിയത്തിനെയും കൂടി ഉപേക്ഷിച്ചിട്ട് അപ്പൻ വീട്ടിട്ട് പോയി വേറെ ഒരു സ്ത്രീയുടെ കൂടെ വേറെ കുടുംബജീവിതത്തിലേക്ക് ജീവിക്കുകയാണ്. ഒന്ന് ചിന്തിക്കുക. അപ്പോൾ അപ്പനില്ല, പാർവതിക്ക് അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. ഇവർ 3 പേരും പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പഠിത്തം നിർത്തി. കുറേ കുടുംബം ഇനി ഭക്ഷണം കഴിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അവൾ കൂടി ജോലിക്ക് പോകണം. പഠിത്തം നിർത്തി. അപ്പോൾ ഈ മനുഷ്യന്മാരെന്ത് സങ്കടപ്പെട്ടാൽ ജീവിക്കണം എന്ന് ചോദിക്കേ. അപ്പോൾ പാർവതിയുടെ അമ്മ ഈ സമയത്ത് വന്നിട്ട്, കാര്യം മനുഷ്യന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ്, ആണും തുണയെ നിന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ആ കുടുംബം ഇട്ടും പോവുകയാണ്. പിന്നെ എങ്ങനെ ജീവിക്കാം? അപ്പോൾ നമുക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്ത് കളയും. ഇപ്പോൾ 2 പെൺമക്കളുണ്ടാവുകൊണ്ട് അവരങ്ങനെ ആത്മഹത്യ ചെയ്തില്ല. പക്ഷെ അവർ ആരോ പറഞ്ഞിട്ട് ആലപ്പുഴ ഉടമ്പടി മാതാവുണ്ട്, മാതാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാകും. ഇന്നത്തെ മനുഷ്യൻ്റെയൊക്കെ ചിന്ത അങ്ങനെയാണ്. എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ആലപ്പുഴ മാതാവുണ്ടല്ല എന്നുള്ള ഒരു ചിന്തയാണ് ആൾക്കാർക്ക് ഉള്ളത്. ഉടനെ അവർ ഒറ്റയ്ക്ക് ഇവിടെ വരും. പാർവതിയുടെ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒറ്റയ്ക്ക് വന്നിപ്പോൾ തീർത്ഥാടന കേന്ദ്രത്തിൽ അതുപോലെ തന്നെ പെരുന്നാൾ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണവരല്ലല്ലോ ഉടമ്പടി. അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയണത്. നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറുകയാണ്. എന്താണ്? ദൈവവും നമ്മളും തമ്മിൽ ഒരു കാലത്തും കണ്ടുപിടിയിട്ടില്ല, കേട്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴെന്താണ്? നമ്മുടെ കുടുംബ അംഗമായിട്ട് പെട്ടെന്ന് ഈ 3 മണിക്കൂർ കൊണ്ട് മാറും. 3 മണിക്കൂർ കൊണ്ട് നീ സത്യസന്ധനാണെങ്കിൽ ഇന്ന് വരെ ദൈവമായിട്ട് നിനക്കൊരു ബന്ധമില്ലാത്ത ആൾ, ദൈവത്തിനെതിരെ ജീവിക്കുന്ന ആൾ, ഈ ഒരു അസന്മാർഗിയായിട്ട് ജീവിക്കുന്ന ലഹരിക്ക് അടിപ്പെട്ട ആളാണെങ്കിലും ഒരിക്കൽ നീ തകർന്ന് തരിപ്പണമായി ഇനി ആർക്കും നിന്നെ നന്നാക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് നിരാശയായിപ്പോയി വിചാരിച്ചു. പക്ഷെ വൺസ് ഉടമ്പടിയിടത്ത് ചെല്ലുമ്പോൾ ദൈവം നിന്നെ ഏറ്റെടുക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ആൾക്കാർ മണ്ണി ചവിട്ടുമ്പോൾ തന്നെ അവർ തീരുമാനിക്കും, ഞാനിനി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ പോവുകയാണ്, അതിനുവേണ്ടി എന്ത് കഷ്ടപ്പെടാനും ഞാൻ സഹിക്കും, ദൈവം അമ്മ എന്നെ സഹായിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർ ഉടമ്പടി എടുക്കണമെങ്കിൽ തന്നെ മാറും. ഉടമ്പടി എടുക്കണമെങ്കിൽ തന്നെ ഇവർ മാറും. കാര്യം അവർ തീരുമാനം, കാര്യം മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തീരുമാനമാണ്. ഇപ്പോൾ ധൂർത്തപുത്രൻ മാറുന്ന വെച്ചാൽ എന്താ? ഇറ്റ്സ് എ ഡിസിഷൻ. ധൂർത്തപുത്രൻ്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ. എന്താണ്? ഒരു അപ്പൻ 2 മക്കളുണ്ടായിട്ട് ഒരുത്തൻ പറഞ്ഞ്, അപ്പ എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി, എൻ്റെ സ്വത്തും കണ്ടതാ, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആൾ കുടുംബത്തിൻ്റെ പകുതി സ്വത്തും മേടിച്ചുകൊണ്ട് നാട് വിട്ടുപോയി. അവസാനം വേസ്റ്റുകളൊക്കെയായിട്ട് ജീവിച്ച് തറവാടിന് മാനക്കരുണ്ടാക്കി വിറ്റ് ചുട്ട് നശിപ്പിച്ച് നാറാണക്കല്ലും പറിച്ച് പന്നിക്കൂട്ടിപ്പോയി. അവിടുന്ന് തിന്ന തവിട് പോലും കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞ് ഈ മനുഷ്യന് ദുഃഖം കൊണ്ട് അപ്പനെക്കുറിച്ച് ഓർത്തപ്പോൾ, അപ്പൻ്റെ കൂടെ ജീവിച്ച കാലം ഓർത്തപ്പോൾ
തിരിച്ചു വരാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ തിരിച്ച് വരാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായത് ഇയാൾ എവിടെയാണ് ഇതിൻ്റെ അയാൾ രക്ഷപ്പെട്ടത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. അതൊരു തീരുമാനമായി അല്ലേ? രണ്ടാമത്തെ തീരുമാനം എന്താണ്? ഞാൻ എൻ്റെ പിതാവിനോട് പറയും. എന്ത് പറയും? പിതാവേ, നിനക്കും ദൈവത്തിനും എതിരായി ഞാൻ പാപം ചെയ്തു പോയി. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ കൺഫസ് ചെയ്യും, കുമ്പസാരിക്കും. അതാണ് നമ്മൾ ഉടമ്പടി കുമ്പസാരം ഉള്ളത്. ഇപ്പം കത്തോലിക്കലല്ലാത്തവർ അവരുടെ മാർഗങ്ങളിലൂടെ പാപരഹിതരായി ജീവിക്കണം. അതാണ് ഉടമ്പടിയുടെ നിയമം. കത്തോലിക്കലല്ലാത്തവർ കുമ്പസാരം എന്ന കൂദാശ നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്തഡോക്സുകാർക്കും ഉണ്ട്, യാക്കോബീസിനുണ്ട്. അല്ലാത്തവർക്ക് കുമ്പസാരം ഇല്ല. അതുപോലെ തന്നെ നോൺ ക്രിസ്ത്യൻസ് ഉടമ്പടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ദൈവമാകുന്ന വിശുദ്ധമായ ദൈവികമായ സ്വർഗീയ വ്യക്തിത്വത്തോടാണ് നിങ്ങൾ ഒരു ഉടമ്പടിയിലായിരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഉടമ്പടി ആവശ്യപ്പെടുന്നത് ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. ദുഷ്ടന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല, തോന്നിയവാസിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. 50 എടുത്ത് സങ്കീർത്തനം 50 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. 50-ാം സങ്കീർത്തനം 16-ാം തിരുവചനം. എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം? നിന്നോട് ഞാൻ ഉടമ്പടി വാക്കുചരിച്ചതിനെ മോന്തൊക്കെ അടിക്കുന്ന വന്നിരിക്കണേ. മനസ്സിലായില്ല? അത്ര സീരിയസ് വിഷയം. വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കാത്തൊരു മനുഷ്യൻ ഉടമ്പടിയെക്കുറിച്ച് വായെടുത്ത അപ്പടി മോന്തൊക്കെ കിട്ടും. എന്താ പറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തനം 50:16 വായിച്ചേ. എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എന്നാൽ ദുഷ്ടനോട് ഞാൻ പറയും, എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ വചനങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം? നിനക്കെന്ത് കാര്യം? ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിൽ വരുമ്പോൾ വിശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ നിനക്ക് കൃപാസനത്തിൽ എന്ത് കാര്യമെന്ന് കർത്താവ് ചോദിക്കുന്നു നിന്നോട്. മനസ്സിലായില്ലേ? നീ നിൻ്റെ പാപത്തെ നിലനിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു, പിന്നെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിനെ കക്ഷി ചേർക്കാൻ വന്നാൽ നിനക്കിവിടെ എന്ത് കാര്യവും ദൈവം ചോദിക്കും. അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. കാരണം ദൈവം വിചാരിക്കണത് പരദൂഷണം പറയുന്നവർ, പക പറയുന്നവർ, വ്യഭിചരിക്കുന്നവർ, കള്ളസാക്ഷ്യം നൽകുന്നവർ എല്ലാത്തിനും കൂടി ദൈവം ഒരൊറ്റ ഹെഡിങ്ങിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? ദുഷ്ടൻ. ഒറ്റ വാക്ക്. ഒന്നെങ്കിൽ പാപി, അല്ലെങ്കിൽ ദുഷ്ടൻ, അല്ലെങ്കിൽ ദുഷ്ട, ഇങ്ങനെ പറയും വിളിക്കത്തുള്ളൂ. അല്ലാതെ പരദൂഷണം പറയുന്ന ആളാണ്, അസൂയ പറയുന്ന ആളാണ്, തോന്നിവാസിയാണ്, അസന്മാർക്ക് ജീവിതമാണ്, അങ്ങനെ ദൈവം ഇങ്ങനെ പട്ടിക പറഞ്ഞു വരുന്ന പറയത്തില്ല. ദൈവം ഒറ്റ ഹെഡിങ്ങേ പറയത്തുള്ളൂ, ദുഷ്ടൻ. എന്താ കാര്യം? ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പെർസോണിഫിക്കേഷനാണ്. പിശാചിനെ ദൈവം വിളിക്കണത് എന്താണ്? ദുഷ്ടൻ. അതുകൊണ്ട് എന്താ പറ്റിയിരിക്കണത്? സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ ഒറ്റ വാക്കാണ്, പാപിയാണോ അവനെ ദുഷ്ടനെന്നാണ് വിളിക്കണത്, അല്ല ദുഷ്ട. ദുഷ്ടനിക്ക് ഉടമ്പടിക്ക് എന്ത് കാര്യം എന്നാണ് ചോദിക്കണത്. ഉടമ്പടിയിൽ എന്ത് കാര്യം? അപ്പം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? വിശുദ്ധിയോടെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉടമ്പടി ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധിയോടെ ജീവിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി ഉറപ്പിക്കുന്നതിനായി വിശുദ്ധിയോടെ ജീവിക്കാൻ എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മുമ്പിൽ വിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പറന്നിറങ്ങണമേ നിൻ വിശുദ്ധിയുടെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ നിൻ വിശുദ്ധിയുടെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, നിൻ വിശുദ്ധിയുടെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. അപ്പം ഞാൻ
ഞാനിങ്ങനെ കാർക്കശ്യമായിട്ട് സംസാരിക്കുമ്പോൾ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, എന്നാൽ പിന്നെ പോയേക്കാല്ല, നിൽക്കണം അച്ഛാ ഞാൻ എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? എൻ്റെ കാര്യം കുഴപ്പത്തിലാണ് എന്ന് ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അർത്ഥം മുറിച്ച് പറഞ്ഞാലേ, എന്നാൽ പിന്നെ പോയേക്കാം, നിൽക്കണം അച്ഛാ ഞാൻ എന്ന് ചോദിക്കും. അപ്പം കർത്താവ് പറയും, നിൽക്കണം മോനെന്ന് പറയും. കാര്യം എന്താണ്? എൻ്റെ മകളെ നിന്നെ ഞാനല്ലേ ഇവിടെ കൊണ്ടുവന്നത്, അല്ല ജോസഫ് ഞാനല്ല നിന്നെ കൊണ്ടുവന്നത്, ഞാനല്ലേ നിന്നെ കൊണ്ടുവന്നത്. ഇപ്പം നിന്നെക്കുറിച്ച് നിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗം ഇതിലുണ്ട്. ഞാൻ പറയണത് നിനക്ക് അനുതാപം ഉണ്ടാകണമെന്നാണെന്ന്. ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതത്തിലെ വന്നു പെട്ടുപോയ എല്ലാ തിന്മകളെ പ്രതി എനിക്ക് അനുതാപം നൽകണമേ. എന്റെ ഹൃദയത്തെ പശ്ചാത്താപത്തിന്റെ കണ്ണീരിൽ കഴുകാൻ കണ്ണുനീര് തരണമേ. എനിക്ക് ആര് കണ്ണുനീര് തരും? ബൈബിളിലൊരു ചോദ്യമാണ്. മനസ്സിൽ ഒരു തീരുമാനം ഉണ്ടാകണം. ഇനിയൊരു പാപ സാഹചര്യം വന്നാൽ ഞാൻ വീണ് പോകത്തില്ല. ഞാൻ കർത്താവിൻ്റെ കുരിശിനെ ഓർത്തുകൊണ്ടും പങ്കപ്പാടിനെ ഓർത്തുകൊണ്ടും പരിഹാരത്തെ ഓർത്തുകൊണ്ടും അവൻ്റെ പരിഹാരത്തോട് ഞാൻ ആത്മദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്താൽ ഞാൻ പാപത്ത് ഉപേക്ഷിച്ച് ജീവിക്കാം. കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ നിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവെ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹെബ്രായ ലേഖനത്തിലും നടപടി പുസ്തകത്തിലും 11:18 എഴുതിയിരിക്കുന്നവരെ ജീവപ്രാപ്തിക്ക് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ ആത്മാവിനെ മക്കളെ അഭിഷേകം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് പറ്റിയ നഷ്ടത്തെക്കുറിച്ചാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാമായിരുന്നു ദൈവം ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടമാണ് ചെയ്തിരിക്കണമെന്ന്. കാര്യം കിട്ടിയ മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ അവന് സ്വതന്ത്രമായ ബുദ്ധി കൊടുത്തു, അവന് ഓപ്ഷൻസ് കൊടുത്തു, നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അന്ന് മുതൽ ദൈവത്തെ നിരാകരിക്കാനും ഉള്ള സാധ്യതയും അവന് കൊടുത്തു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നിരാകരിക്കാം. ഇവിടെ യുക്തിവാദികളുണ്ട്, ഫ്രീ തിങ്കേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ ഇവിടെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവം അവരാരെങ്കിലും ശിക്ഷിക്കുന്നുണ്ടോ? അതാണ് ദൈവം എന്ന് പറയണത്. അതാണ് ദൈവം. തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ്റെ പുറകെ നടക്കണില്ല. അവന് ബുദ്ധി കൊടുത്തുകൊണ്ട് അവന് കൃപ കൊണ്ടെങ്കിൽ അതിൽ ദൈവത്തിന് ഇതാ ഞാൻ വെള്ളവും ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഇതാ ഞാൻ ജീവനും മരണവും നന്മയും തിന്മയും തീയും വെള്ളവും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന്. അതായത് തിരഞ്ഞെടുപ്പ്. നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ മറന്ന് ജീവിക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൗകര്യം, നമ്മുടെ ചില താല്പര്യങ്ങൾ, നമ്മുടെ ചില അഭിരുചികൾ, അതിനൊക്കെ ദൈവമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംവിധാനങ്ങളോ എതിരാണെങ്കിൽ നമുക്കിവിടെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതാണ് മനുഷ്യർക്ക് ലാഭം. എന്താ കാര്യം? എത്ര വേണമെങ്കിലും കെട്ടാം, ആരെ വേണമെങ്കിലും ഉപേക്ഷിക്കാം, ആരെ വേണമെങ്കിലും കൊല്ലാം. അങ്ങനെ ഒരു കാലത്ത് നമുക്ക് ജീവിക്കാം. അപ്പോൾ ഇവിടെ എന്ത് നടക്കും എന്നുള്ളതാണ് കണ്ടത്. ദൈവത്തെ മറന്നാൽ ഈ ഭൂമിയിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. ചോദിക്കാനും പറയാനും ദൈവമില്ലല്ലോ. അവർ തന്നെ അവരുടെ ദൈവമായിട്ട് അങ്ങനെ ദൈവത്തെ മറന്ന് നിരീശ്വരന്മാരായി അങ്ങനെ അധികാരം പിടിച്ച് ഭരിച്ചു പോകില്ലേ അങ്ങനെ മനുഷ്യരെ. അപ്പം അവരിൽ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു കാലം നമ്മുടെ നാട്ടിലും ഉണ്ടാകാം, വീട്ടിലുണ്ടാകാം. എന്നാലും ദൈവം അതിൻ്റെ പേര് നിങ്ങളുടെ കൈയും കാലും കെട്ടിക്കൊണ്ട് എന്നെ വിശ്വസിക്കണം, ഞാൻ പറയണ അനുസരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തില്ല. അതുകൊണ്ടാണല്ല ദൈവം സ്വാതന്ത്ര്യത്തിൽ കൈകടത്താത്തത് കൊണ്ടാണ് ഫ്രീ തിങ്കേഴ്സ് ഉണ്ടാകണത്. ദൈവം നിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുമെങ്കിൽ ഫ്രീ ഉണ്ടാകില്ല, തിങ്കിങ്ങും ഉണ്ടാകില്ല, സമയം കിട്ടത്തില്ല. അതിന് സമയം കിട്ടത്തില്ല.
അപ്പം അതല്ല, അപ്പം നമ്മുടെ സ്വാതന്ത്ര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണത്. ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം, തന്നെ നിരാകരിക്കാൻ പോലുമുള്ള സാധ്യത നൽകി കഴിയുമ്പോൾ ആ സ്നേഹം വല്ലാത്ത സ്നേഹമാണ്. കാര്യം അമ്മമാരാണ് സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അമ്മയാണ് ഏറ്റവും വലിയ പ്രതീകം. നമ്മളെ പെറ്റ അമ്മയാണ് നമ്മുടെ മനുഷ്യനെ അറിയാവുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രൂപമെന്ന് പറയണത്. പക്ഷേ ആ അമ്മയും നമ്മളോട് പറയും, എടാ കഴിവരി 10 മാസം നിന്നെ ചുമന്നതല്ലെന്ന് നമ്മളോട് ചോദിക്കും, ഇല്ലേ? അതാ സംഭവം. പക്ഷേ ദൈവം അതും ചോദിക്കത്തില്ല. അപ്പോൾ അമ്മയുടെ സ്നേഹമാണ് വലുത്, ദൈവത്തിൻ്റെ സ്നേഹമാണ് വലുത്. ഈ ദൈവത്തിൻ്റെ സ്നേഹം മറന്നു പോണതാണ് ശരിക്കും പറഞ്ഞ പാപം എന്ന് പറയണത്. ആ പാപത്തിനാണ് അനുതാപം ആവശ്യമായി വരണത്. ഇത് അനുതാപത്തിൻ്റെ കാലമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. പ്രഭാഷകൻ 15:16 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം. ഒരുമിച്ച് പാടുക. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ പേരില്ലേ ദൈവം തോക്കണ എവിടെയാണെന്നറിയാവോ? ഈ ധൂർത്തപുത്രൻ്റെ കഥയിലാണ്. ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ വഴിക്കണ്ണിട്ട് വാതിലും തുറന്നിട്ട് എത്രയെത്ര കൊല്ലങ്ങളാ അപ്പൻ ഈ മനുഷ്യനെ കണ്ണിൽ വിളക്കം വെച്ച് കാത്തിരുന്നതാ. അവൻ വന്നപ്പോൾ ഓരോ പ്രാന്തന്മാർ പോകുമ്പോഴും ഓരോ വഴിയാത്രക്കാർ പോകുമ്പോഴും ഇങ്ങനെ അപ്പനെ ഇളകി നോക്കും. എൻ്റെ മകനാണോ, എൻ്റെ മകനാണോ, എൻ്റെ മകനാണോ, ഇന്നല്ലെങ്കിൽ നാളെ വരും അവൻ എന്ന് അപ്പൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതാണ് അപ്പൻ്റെ മനസ്സെന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ മനസ്സാണ്. ഞാനും നീയും ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിൻ്റെ പടി ചവിട്ടാൻ വേണ്ടി വരും എന്നൊരു കാത്തിരിപ്പാണ് ദൈവം. ശ്രുതികട്ടെ. ദിവസം ഇവൻ വന്നപ്പോഴെന്നാ ചെയ്തത്? ഈ അപ്പൻ വയസ്സും പ്രായമായിരിക്കുന്ന ആള് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ കുറേ കാര്യങ്ങൾ അപ്പം പറഞ്ഞു. അവൻ പറഞ്ഞു തരണം. അവൻ കുറേ കാര്യങ്ങൾ പറയാൻ വന്നതാണ്. അവൻ്റെ വാ പൊത്തണ പോലെ അപ്പം കുറേ കാര്യം പറഞ്ഞു. ഇവനെ കൊണ്ട് കുളിപ്പിക്കൂ, ഇവന് നല്ല വസ്ത്രം അണിയൂ, ഇവന് ചെരുപ്പണിയൂ, ഇവന് മോതിരമണിയൂ. അപ്പം അവൻ്റെ മനസ്സ് ഇടിച്ചിടിച്ച് പറഞ്ഞു, അപ്പാ ഞാൻ അപ്പൻ്റെ മകൻ്റെ പേരിനെ പോലെ ഞാൻ യോഗ്യനല്ലെന്നൊക്കെ ഇവന് ഉള്ളിൽ പറയുന്നുണ്ട്. അത് പറയണത് സ്വരത്തിൽ പറഞ്ഞ അപ്പന് സങ്കടമായതുകൊണ്ട് അവനെ സ്വരത്തിൽ പറയിപ്പിക്കത്തില്ല അപ്പൻ. എന്നിട്ട് പറയും, നീ എൻ്റെ മകനാണ് എന്ന് തന്നെ പറഞ്ഞു ഒരച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മോതിരം കൊടുക്കൂ, ചെരുപ്പ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് അന്നത്തെ കാലത്ത് മക്കൾക്ക് മാത്രമേ ചെരുപ്പ് ഇടാൻ പാടുള്ളൂ. അന്നത്തെ കാലത്ത് മക്കൾക്ക് മാത്രമേ മോതിരം ഇടാൻ പറ്റുള്ളൂ. ഒരു മകനാണോ അടിമയാണോ എന്നറിയണത് അവൻ്റെ കയ്യെ നോക്കിയിട്ടാണ് പറയണത്. മോതിരം ഒരു ആൺമകൻ്റെ കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ അവൻ മകനാണ്. അപ്പം ഞാൻ മകനല്ലപ്പാ, ഞാൻ എൻ്റെ മകനെൻ്റെ പേരിന് പോലെ ഞാൻ യോഗ്യനല്ല എന്നൊക്കെ ഇവൻ പറയാഞ്ഞുകൊണ്ടിരിക്കണമെങ്കിലും അതൊന്നും ആ സ്വരം പുറത്ത് കേൾപ്പിക്കാത്ത രീതിയിൽ അപ്പൻ്റെ സ്വരം അതിനേക്കാൾ വലിയ പ്രവൃത്തിയായിട്ട് മാറുകയാണ്. എന്താണ്? മോതിരം വിടൂ, അവൻ്റെ കയ്യെ മോതിരം വിടൂ, ഞാനൊന്ന് കാണട്ടെ, എൻ്റെ മകൻ്റെ കയ്യിൽ ആ മോതിരം കിടക്കണത് ഞാനൊന്ന് കാണട്ടെ. എത്ര കൊല്ലമായി ഈ കൈ ഞാൻ കണ്ടിട്ട്, മോതിരം ഇട്ട കൈ. എന്തൊരപ്പനാണിത്! ഈ അപ്പൻ്റെ കഥ പറയുന്നതാണ് കർത്താവ്. അപ്പൻ്റെ സ്നേഹം കാണിക്കണതാണ് കുരിശ്. കർത്താവേ, നിന്റെ സ്നേഹം ഓർത്തിട്ട് എന്നിൽ അനുതാപം നൽകണമെന്ന് പ്രാർത്ഥിക്കുക. ആരാധനയും സ്തുതിയും പുകഴ്ചയും. അവൻ മോതിരവും വിട്ട് ചെരുപ്പ് വിട്ട് നല്ല ഉടുപ്പ് വിട്ട് വന്നപ്പോൾ അപ്പനങ്ങ് നൃത്തം ചെയ്യാൻ തുടങ്ങി. അവിടെ നൃത്തം ചെയ്യുകയും വാദ്യഘോഷം നടക്കും മനുഷ്യരുടെ കൂടെ അപ്പനും അങ്ങ് സന്തോഷിക്കാൻ തുടങ്ങി. എത്ര കാലമായി ആ ചെവിടുകൾ, അപ്പൻ്റെ ചെവിടുകൾ നൃത്തച്ചെവിടുകളായിട്ട്.
അപ്പനും മതിമറന്ന് നിൽക്കുമ്പോഴാണ് വേറെ ഒരുത്തൻ വരുന്നുണ്ട് അവിടെ. അത് ഒരു മകനാണ്, അപ്പനെ സ്നേഹിച്ച മകൻ, അപ്പൻ്റെ കൂടെ ജീവിച്ച മകൻ, കുടുംബത്തിന് വേണ്ടി സ്വയമായിട്ട് സമർപ്പിച്ച മകൻ, മൂത്ത മകൻ. അവൻ വരുമ്പോൾ ഇവിടെ ഒരിക്കലും ഇല്ലാത്ത വാദ്യാഘോഷങ്ങൾ നടക്കുമ്പോൾ അവൻ ഒരുത്തനെ വിളിച്ച് ചോദിക്കും, വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? അപ്പം ഇന്ന് അറിഞ്ഞില്ലേ, നിൻ്റെ അനുജൻ വന്നു. അപ്പോൾ ഇടിപെട്ടുകൊണ്ട പോലെ ഇവൻ്റെ മുഖം കറുത്തുപോയി. അപ്പോഴപ്പനും വിരിമാറ്റി നോക്കിയപ്പോൾ ദാണ്ട് നിൽക്കണേ തൻ്റെ മകൻ. അവനിനി ഇങ്ങോട്ട് വരത്തില്ലെന്ന് തോന്നിയപ്പോൾ അവനെയും പിടിക്കാൻ അപ്പൻ ചാടി പുറത്ത് വീഴും. അപ്പോഴാ മിണ്ടാതെ ഇങ്ങനെ കല്ലുപോലെ നിൽക്കും. എന്നിട്ട് ചോദിക്കും, അപ്പാ എത്ര കാലം ഞാൻ അപ്പന് വേണ്ടി വേല ചെയ്തു. അപ്പനിവിടെ നൃത്തം ചെയ്തില്ല, അപ്പനിവിടെ വാദ്യാഘോഷം ഉണ്ടാക്കിയില്ല, അവനെയും കാത്തപ്പൻ ഇരിക്കുകയായിരുന്നു. നമ്മുടെ സ്വത്തെല്ലാം അവൻ കൊണ്ടുപോയി നശിപ്പിച്ച് വേശകളുടെ കൂടെ. അപ്പനത് ഓർത്തില്ല. അപ്പോഴപ്പം പറയണ ഒരു വാക്കുണ്ട്, എൻ്റെ മകനെ ഞാനൊരു അപ്പനല്ലേ എന്ന്. അതാണ് ഈശോ അതിൻ്റെ ഒളിപ്പിച്ച് വെച്ച ഒരു ഡയലോഗ്. എന്താണ്? എൻ്റെ മകനെ ഞാനൊരു അപ്പനല്ലേ. നീ പറഞ്ഞില്ല, ശരിയാണ്. നമ്മുടെ സ്വത്തെല്ലാം പോയി വേശ്യകളിലൂടെ അവൻ ചെലവഴിച്ചു, അവനും കൊലം കെട്ട് ചാകാനായി. പക്ഷെ അവൻ തിരിച്ചു വന്നപ്പോഴേ ഞാനൊരു അപ്പനല്ലേ എന്നാണ് എന്ന് പറഞ്ഞ് അപ്പം മൂത്തവൻ അനീതിയൊന്നും ചെയ്തില്ല, അപ്പൻ്റെ കൂടെ നിന്നവനല്ലേ. അപ്പൻ അവനോട് പറഞ്ഞ്, എനിക്കുള്ളതൊക്കെ നിൻ്റെതാ, പക്ഷെ ഇവൻ മരിച്ചുപോയവനല്ലേ, അവൻ തിരിച്ചു വന്നില്ലേ, നമുക്ക് സന്തോഷിക്കണ്ടേ. അപ്പോൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൻ്റെ ദൂതന്മാരുടെ ഇടയിൽ സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു തിരിച്ചു വരവിനാണ് കർത്താവ് ക്രൂശിതനായി നമ്മുടെ മുമ്പിൽ ബലിയായി നിൽക്കുന്നത്. അതൊരു വിളിയാണ്, ബലിയൊരു വിളിയാണ്. കുരിശ് വിശുദ്ധിയിലേക്കുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. റൈറ്റ് ഡൗൺ ആൻഡ് പുട്ട് ഇൻ ടു ദി ബോക്സ്. ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ പ്രോബ്ലംസ്, നമ്മുടെ പ്രോബ്ലമല്ല. നമ്മൾ ഒരിക്കലും അത് എഴുതി കർത്താവിനെ ഏൽപ്പിച്ച് അമ്മമാതാവിനെ മധ്യസ്ഥത്തിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥകളിൽ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ കടങ്ങൾ പിന്നെ ആരുടേതായി? അത് ദൈവത്തിൻ്റെതായി. പിന്നെ എന്താണ് ആകണം? നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതായാൽ മാത്രം പോരാ. ഉടമ്പടി അതാണ്. നമ്മളും കൂടി ദൈവത്തിൻ്റെതാകാൻ വേണ്ടിയാണ് അനുതാപത്തോടെയും വിശുദ്ധിയോടെയും കരുണയോടെയും അതുപോലെ തന്നെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ ക്രിസ്തുവിനെ കൈമാറ്റ ശുശ്രൂഷയിലൂടെയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലൂടെയും നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതാകുമ്പോഴേ ഉടമ്പടി നിങ്ങളെയും കൂടി ദൈവത്തിൻ്റെതാക്കുന്നു. അതാണ് സ്വർഗീയ പദ്ധതി. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബം നിറവേറാൻ ഇടയാക്കണമെന്നാണ് അമ്മ ആദ്യം തന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 10,000 ദൈവത്തിലേക്ക് കടന്നു വരുന്നത്. ശ്രുതികട അതായത് ഉടമ്പടിയിൽ എപ്പോഴും വരുന്നൊരു വിഷയം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് എന്താ, ആ ചേച്ചിക്ക് 6 കൊല്ലമായിട്ട് മക്കളില്ല, അതല്ലേ ആദ്യം പറഞ്ഞത്. അതിനുശേഷമല്ലേ അച്ഛൻ ഈശോ നോൻപ് കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. അത് ഞാൻ ചിന്തിച്ചോ ആലോചിച്ചതൊന്നുമല്ല. പിന്നീട് ഇപ്പോൾ വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് നേരിട്ട് നിങ്ങളോട് സംസാരിച്ചതാണ്, എന്നെ ഉപകരണമാക്കിക്കൊണ്ട്. വീണ്ടും ഞാൻ പഴയ വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ്? 6 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ അവർക്ക് ദൈവമായിട്ട് ഇൻട്രാക്ഷനുള്ള പേഴ്സണൽ റിലേഷൻസ് ഉള്ള ആളാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഉടമ്പടി എടുത്താൽ കർത്താവ് കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞു. അത് ശരിയാണോ എന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അവർ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമോ എന്ന് ചോദിച്ചു. ഇനി എനിക്ക് അത് മാത്രം എടുക്കാനുള്ളൂ, ബാക്കിയെല്ലാ ചികിത്സയും കഴിഞ്ഞു. ഇനി ആൾക്കാർ പറഞ്ഞു ആലപ്പുഴ പോയി മാതാവിനെ കണ്ട് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമെന്ന് ആൾക്കാർ പറയും. ഇനി അതുകൂടി ചെയ്യാനുള്ളൂ, അതുകൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അതിൻ്റെ വല്ല കഥയുണ്ടോ, സത്യമാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇവർ ബൈബിൾ എടുത്തിട്ട് എന്താണ് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ കിട്ടുമോ, ഉടമ്പടിയും കുഞ്ഞുങ്ങളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് ഞാൻ ചെയ്യാൻ പോണ കറക്റ്റാണോ എന്ന് കർത്താവുകൊണ്ട് ആ ബന്ധമുള്ളതുകൊണ്ട് ആ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഇവൾ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് കർത്താവ് ഞാൻ ആലപ്പുഴയ്ക്ക് പോകണം, മാതാവിൻ്റെ അടുത്ത് ഉടമ്പെടുക്കാൻ പോകണം, ഉടമ്പെടുക്കണത് ഞാൻ യാത്ര ശുഭകരമാണോ, ഇതുകൊണ്ട് കുഞ്ഞുങ്ങളെ കിട്ടുമോ
എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർക്ക് ലേവ്യ പുസ്തകം കിട്ടും. ലേവ്യ പുസ്തകം അതായത് 26:9 ഇവർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് ലേവ്യ പുസ്തകം 26:9. അതിനകത്ത് സാക്ഷ്യത്തെ പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുണ്ട് സംഭവം? അവർ ചോദിച്ച മറുപടി പിന്നെ വരവ് കണ്ടല്ലേ, ഇടിവിട്ടായിട്ട് തിരിച്ചു വരുന്നത്. എന്താ ചോദിച്ചത്? ഞാൻ ഞാൻ ചെയ്യാവുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ ചികിത്സയും ചെയ്ത് ഇനിയിപ്പോൾ അവസാനത്തെ ഓപ്ഷൻ പോലെ ആലപ്പുഴ പോകാൻ പോവുകയാണ്, മാതാവിനെ കണ്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഈ യാത്ര ശുഭമാണോ? ഇതുകൊണ്ടുള്ള വല്ല ഗുണമുണ്ടോ? ഇത് ആൾക്കാർ സാക്ഷ്യം വെറുതെ പറയണാണോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാം ചോദിക്കുന്ന പോലെ ഇതും കർത്താവിന് ചോദിച്ചിട്ടാണ് ഇവിടെ ബൈബിൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? ലേവ്യ 29:26-9. എന്താ എഴുതിയിരിക്കണത്? ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും. ഞാൻ നിങ്ങൾ ഉടമ്പടി സംഭവിക്കണത് എന്താണ്? കടാക്ഷമാണ്. ഉടമ്പടി സംഭവിക്കണത് എന്താണ്? ദൈവകടാക്ഷം ഉണ്ടാവും. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും പറഞ്ഞ് ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. അപ്പോൾ ഓരോ ഉടമ്പടിയിലും എന്താ സംഭവിക്കുന്നത്? അടയാളങ്ങൾ കിട്ടുമ്പോൾ ഓർക്കുക, ഉടമ്പടി ഉറച്ചെന്നാണ്. അതാണ് സ്ഥിരീകരണം എന്ന് പറയണത്. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയിപ്പിക്കണത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. ആൾക്കാരെ പിടിക്കാനല്ല, ഉടമ്പടി സ്ഥിരീകരിച്ചാൽ അപ്പോൾ സാക്ഷ്യം കൊണ്ട് മാത്രം സ്ഥിരീകരിക്കത്തുള്ളത്. അതാണ് 16:20 മർക്കോസിന്റെ സുവിശേഷം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 16:20 മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. പറഞ്ഞേ, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സ്ഥിരീകരണത്തിനാണ് ഉറപ്പിക്കലെന്ന് പറയണത്. ലേവ്യ 26:10 പറയുന്നത് എന്താണ്? ഞാൻ നിന്നെ സന്താനങ്ങൾ നൽകും, ഞാൻ തമ്മിൽ ഉടമ്പടി ഉറപ്പിക്കും. പഴയ നിയമത്തിൽ ഉറപ്പിക്കുന്നതിന് പറഞ്ഞതിന് പുതിയ നിയമത്തിൽ എന്താ പറയണത്? അടയാളം കൊണ്ട് സ്ഥിരീകരിക്കും. അപ്പം അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ് ഉടമ്പടി സ്ഥിരീകരിക്കുന്നത്. പക്ഷെ ഇതിന് അധികം സമയമൊന്നും വേണ്ട. നിങ്ങളൊന്ന് ഓക്കെ ആയാൽ മതി വിശ്വാസത്തിൽ. നിങ്ങൾ പിന്നെ കർത്താവിനെ വിശ്വസിച്ചിട്ട് പിന്നെ കാണുന്ന എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാതെ പ്രാർത്ഥനയില്ലാതെ ആ വിഷയം മാത്രം വന്നില്ല, കുട്ടി ഉണ്ടായില്ല, ജപ്തി മാറിയില്ല, ഇത് അതും പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞ് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള പ്രാന്തികളൊക്കെ വന്ന് ഉടമ്പടി എടുക്കരുത്. കാര്യം അവരുടെ വിഷയം തന്നെ എപ്പോഴും അത് പറഞ്ഞു ഗുണാന്നിങ്ങനെ ചീവിട് പോലെ ചിലച്ചുകൊണ്ടിരിക്കും. അതൊന്നും ഉടമ്പടിയുടെ ഭാഗമല്ല. ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് നിൻ്റെ ജീവിതം ക്രമീകരിച്ചിട്ട് അതിന് അങ്ങനെ ക്രമീകരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ സെക്കൻഡാണ്. ടൈം ഷോർട്ടണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലാത്ത ഷോർട്ടണിങ് അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം ഉണ്ടായി, നിങ്ങളെ കണ്ടായിരിക്കും ചിലപ്പോൾ. അതായത് എന്താണ് പേര്? അതായത് ജെസ്സി അജി, പത്തനംതിട്ടയിൽ നിന്ന്. ജെസ്സി അത് UAE വർക്ക് ചെയ്യണം, ഭാര്യയും ഭർത്താവും തമ്മിൽ. 10 കൊല്ലം അവിടെ 15 കൊല്ലം അവരോട് വർക്ക് ചെയ്യണത്. ഇന്ന് വരെ മക്കളില്ല. ഇപ്പോൾ നാട്ടിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താ? 15 കൊല്ലമായെങ്കിലും വിഷയമില്ല, മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ മക്കളുണ്ട്, അമ്മ ചോദിച്ചാൽ എനിക്കൊരു കുഞ്ഞിനെങ്കിലും തരും. അത് അവരുടെ വിശ്വാസം അതാണ്. അമ്മയോട് ചോദിച്ചാൽ ഒരു കുഞ്ഞിനെങ്കിലും തരും. 15 കൊല്ലം എന്ന് പറയുമ്പോൾ അവർക്ക് കാശിരാജിനാണ്. 15 കൊല്ലം അവിടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. കുറേ നാളായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ല, മക്കളില്ലാതെ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. പക്ഷെ ഉടമ്പടി വന്നപ്പോൾ അഹ്റോൻ്റെ ആ ഉണക്ക വടി തളർത്തതുപോലെ ഉടമ്പടി തളർച്ച വരും. ഈ പച്ച തിരിയതല്ലേ, പച്ച കാണിക്കണത് എന്താണ്? തളർത്തതാണ് ഉടമ്പടി. നിങ്ങളുടെ വരണ്ട ജീവിതമാണെങ്കിലും ദൈവം അതിനെ പെട്ടെന്ന് തളർപ്പിക്കും. അത് അനുഗ്രഹത്തിൻ്റെ ഒരു സ്വാഭാവികമാണ്, ബയോളജിയാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ.
ഒരു ബ്ലെസ്സിങ്സിൻ്റെ ബയോളജിയാണ്. പെട്ടെന്ന് ഇങ്ങനെ തളർക്കും, ഒരു കാരണമില്ലാതെ തളർക്കും. അപ്പോൾ ഇവരൊന്ന് ഉടമ്പടി ചെയ്ത് 15 കൊല്ലം മക്കളില്ലാത്ത ഈ അജി വന്ന് ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടി ചെയ്ത ആഴ്ചത്തേന് അവർ പ്രഗ്നൻ്റ് ആവും. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ എന്ത് സംഭവിക്കണത്? ഒരു കുഴപ്പമില്ല, അവർ പ്രസവിക്കും. ആ 10 പ്രസവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണത്? ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ. ഇത് ഉടമ്പടി മാത്രം നടക്കത്തുള്ളൂ ഈ സംഭവങ്ങളെ. നമുക്ക് കാരണം പറയാൻ പറ്റത്തില്ല, ദൈവം തന്നെ അതിൻ്റെ കാരണം. ഇപ്പം എന്തുമാത്രമായി. ഞാൻ രാവിലെ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഗർഭകാലങ്ങൾ, ആനയുടെ ഗർഭകാലം 600 ദിവസം ഒരു ഇത് കണ്ടതാണ്. ഞാൻ ചുമ്മാ കണ്ടിങ്ങനെ നോക്കേണ്ടിരുന്നപ്പോൾ ഇത് ഇതിന് എടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ആനയുടെ ഗർഭകാലം 660 ദിവസം. ഞാൻ പറഞ്ഞു ദൈവമേ, അപ്പോൾ ആന എത്ര 360 ദിവസമല്ലേ ഒരു വർഷം. അപ്പോൾ 1.25 വർഷത്തോളം ആന ഗർഭിണിയായിട്ട് നടക്കും. അപ്പോൾ കുതിരയുടെ ഗർഭകാലം എത്രയാണ്? 440 ദിവസം. കുതിരയുടെ കാര്യം പോക്കാം. ഒട്ടകത്തിൻ്റെ ഗർഭകാലം 420 ദിവസം ഒട്ടകത്തിൻ്റെ. അങ്ങനെ നോക്കി മനുഷ്യൻ്റെതായപ്പോൾ 280 ദിവസം. അപ്പോൾ ഞാൻ ഭാഗ്യം, അമ്മച്ചിമാർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ആനയാണെങ്കിൽ 600 ദിവസം എടുത്തേക്ക്. എന്നാലും 280 ദിവസം വേണ്ടേ ഒരു കൊച്ചിനെ? അപ്പോൾ 3 കൊച്ചിങ്ങൾക്ക് എത്ര ദിവസം വേണം? 28, 56, 56, 20, 76, 8, 76, 84. അപ്പോൾ 840 ദിവസത്തോളം വേണ്ട സംഭവമാണ് ഈ 3 കുഞ്ഞുങ്ങൾക്ക്. 3 കുഞ്ഞുങ്ങൾക്ക് 3 കൊല്ലമായിട്ട്. ഇനിയിപ്പോൾ ഒരു കുഞ്ഞാടിനെ കിട്ടുകയാണെങ്കിൽ അത് പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കിട്ടും, 2 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കിട്ടും. അപ്പോൾ അങ്ങനെ 4 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം. 6 കൊല്ലമാണ് ടൈം ഷോട്ട് ചെയ്ത് ഒറ്റ പ്രസവത്തിൽ ദൈവം 3 കുഞ്ഞിനാക്കി മാറ്റിയിരിക്കുന്നത്. എൻ്റെ മക്കളെ, ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. അതായത് ഉടമ്പടിയുടെ മെയിൻ സംഭവിക്കും. ടൈം ഷോട്ടൊക്കെ വന്നാൽ കണ്ടില്ലേ, അതൊക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അപ്പം നമ്മളവർക്ക് ഈ 3 കുഞ്ഞുങ്ങളെ നമുക്ക് കാണണം. അതിൻ്റെ അകത്ത് എല്ലാം ഇടിവിട്ട് കുഞ്ഞുങ്ങളാണ്. നല്ല ചുവന്ന് തുടുത്ത് മിടുക്കന്മാരായിട്ട് 2 ആൺപിള്ളേരും ഒരു പെങ്കൊച്ചു. അടിപൊളി, സൂപ്പർ. അതിങ്ങളിങ്ങനെ വാരിക്കോയി 4-5 ആൾക്കാർ കൂടിയാണ് എൻ്റെ അടുത്ത് സാക്ഷ്യം പറയണത്. ആ കാഴ്ച ഇതിനെ കാണണം. അവർ പറയണത് അതിനേക്കാൾ സൂപ്പറായിട്ടാണ് പറയണത്. അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഷീസ് എ ഫെയ്ത്ത്ഫുൾ. നമുക്ക് വിശ്വാസികളെ കാണുമ്പോൾ അറിയാമല്ലോ. അവരാണ് അപ്പം ജനിച്ചത് കൊണ്ട് അപ്പനും അമ്മയും ക്രിസ്ത്യാനികളായി, അപ്പം ക്രിസ്ത്യാനിയായെന്നല്ല. ചില പാരമ്പര്യ ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ അവർ ജനിച്ചപ്പോൾ ആയിരിക്കും ചിലപ്പോൾ വിശ്വാസം സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ടായിരിക്കും അവർ വിശ്വാസത്തിലേക്ക് വന്നത്. പക്ഷെ അവിടെ വർത്തമാനം അറിയാൻ പറ്റും ഇവർ പാരമ്പര്യ ട്രഡീഷണൽ ക്രിസ്ത്യൻ ആണെന്ന്, ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ ആണെന്ന് അറിയാൻ പറ്റും. അവർ ട്രഡീഷണൽ ഫെയ്ത്ത്ഫുള്ളാണ്. എന്താണ്? കുഞ്ഞിനെ തന്നാലും തന്നില്ലേലും ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കും. അതാണ് സംഭവം. അതാണ് ട്രഡീഷണൽ ഫെയ്ത്ത്ഫുൾ എന്ന് പറയണത്. കുഞ്ഞിനെ തന്നത് ദൈവത്തിന് നന്ദി, പക്ഷെ തന്നാലും തന്നില്ലേലും ഞാൻ എൻ്റെ വിശ്വാസം നിലനിൽക്കുകയും കർത്താവിനെ ഏകരക്ഷകനായിട്ട് വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. കൈയടി. അപ്പം ദൈവ സന്ദർശനം ഉറപ്പ് വരുത്തുന്നതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയണത്. ഇത് അമേരിക്കയിലും ലൂർദിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒന്നുമല്ല. ഇത് നിങ്ങളുടെ സംസ്ഥാനത്ത് തന്നെ നടക്കുന്നൊരു കാര്യമാണ്. ഇത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വണ്ടി കയറി പോകാൻ പറ്റുമോ? ഇല്ല, പോകാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം നമ്മൾക്ക് കിട്ടിയ ഒരു ദാനമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മുഴുവനും മനസ്സുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ തൊട്ട് നോക്കി രുചി നോക്കാൻ വരുമ്പോഴാണ് മിക്കവാറും ഉള്ള നാക്കുകൂടി പൊള്ളിപ്പോണത്. നിങ്ങൾ രുചി നോക്കാൻ വേണ്ടി വരുമല്ലോ ചിലർക്ക്. ഉടമ്പടി എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കും നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ദൈവത്തെ പരീക്ഷിക്കണ പോലെ വരും. അങ്ങനെയല്ല. നമ്മുടെ മുമ്പിൽ ദൈവം ഓരോരുത്തർക്കും അടയാളം തരണമല്ല, നേരത്തെ തന്ന ആൾക്കാരുടെ അടയാളത്തെ നമ്മൾ വിശ്വസിക്കണം. അത് നമുക്കുള്ള അടയാളമാണ്. 10,000-കണക്കിന് ആൾക്കാർക്ക് സാക്ഷ്യമുണ്ട് ഉടമ്പടിയിൽ. അത് നമ്മൾ വിശ്വസിച്ചത് നമുക്കുള്ള അടയാളമാണ്. അപ്പം നിങ്ങളിനി നിങ്ങൾക്ക് അടയാളം കിട്ടിയിട്ട് ഉടമ്പടിയെ വിശ്വസിക്കാനുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അടയാളം കിട്ടത്തില്ല.
നേരത്തെ ഉള്ള ആൾക്കാർക്ക് അടയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ സാക്ഷ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്കുള്ള മറുപടിയാണ് ദൈവത്തിൻ്റെ. ആ ഉടമ്പടി തന്നെ നിങ്ങളും ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുക മാത്രമല്ല, ഉടമ്പടി ജീവിക്കുകയും ചെയ്യണം. ചില ആൾക്കാർ വരട്ടെ, ഉടമ്പടി പുതുക്കിയിട്ട് പിന്നെ പത്രം കൊടുക്കാം, ഉടമ്പടി അടുത്ത അടയാളം കിട്ടിയിട്ട് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ലാഗിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ലാഗിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരണ വിഷയം വെച്ചാൽ നിങ്ങളുടെ ഉടമ്പടി ഉറക്കത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നാളെ ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തില്ല, പത്രമൊന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെ പോയി കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ദാനം ചെയ്തില്ല, ചെയ്യാവേ വരട്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയണ, നിങ്ങൾക്ക് ഉടമ്പടി സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ തന്നെ ദൈവത്തിന് പിടികൊടുത്തു. വിശ്വാസമുള്ളവനാണെങ്കിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങും. വിശ്വാസമുള്ളവനാണെങ്കിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പത്രം പ്രാർത്ഥിച്ച് കൊടുക്കാൻ തുടങ്ങും. നിങ്ങളുടെ പത്രമോ പ്രേക്ഷിത പ്രവർത്തനമോ പ്രേക്ഷിത പ്രവർത്തനമോ കാരുണ്യ പ്രവർത്തികളോ എന്തുമാത്രം താമസിക്കുന്നോ അത്രയും നിങ്ങളുടെ ഉടമ്പടി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം. ദൈവത്തിനെ വേദപാഠം പഠിപ്പിക്കാൻ വരരുത്. അത് നിങ്ങളുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ മുടിഞ്ഞിരിക്കണത്. കാര്യം ഇപ്പോഴും ഉടമ്പടി എടുത്തിട്ട് ഇപ്പോഴും വരട്ടെ അടയാളം കാണാൻ പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങളുടെ സ്വന്തം സ്വഭാവമല്ലേ ഉടമ്പടി കാണിക്കണത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കുഴിച്ച് സ്വന്തം കുഴി കുഴിക്കണേ എന്തിനാ? അപ്പം അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവരെ ഒരു വിത്തിൻ നോ ടൈം പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് ഒരു മനുഷ്യനും നോക്കരുത്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഓരോ ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി. ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ ദൈവത്തിനറിയാം ദൈവത്തിൻ്റെ മകനാണ്, ധൈര്യമുള്ള ആളാണ്. ഒരു വിശ്വാസിയാണെങ്കിൽ ധൈര്യശാലി ആയിരിക്കണം. സുവിശേഷ വിലക്കും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം. ഞങ്ങൾ കത്തോലിക്ക സഭയിൽ ധൈര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഒപ്പറിഷമൊക്കെ നടത്തുന്നത്. പക്ഷെ അതിന് വേണ്ട കാറ്റഗിസം കിട്ടാത്ത കാരണം ഒപ്പറിഷമ കിട്ടിയവന്മാരും കണ്ണമൃഗം പോലെ പിന്നെയും ജീവിക്കും. എന്താ കിട്ടിയെന്ന് പോലും അറിയാൻ പറ്റാതെ. ധൈര്യം എന്ന് പറയണത് സ്ഥൈര്യലേപനം കൊടുത്ത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അറിയാം. അത് ഇതുപോലെ വിശ്വാസം സ്ഥിരീകരിച്ച് സാക്ഷ്യം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ്. ഇടംബലം തിരിയാതെ ദൈവസാക്ഷിയായിട്ട് ജീവിക്കാനുള്ള ധൈര്യമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കേണ്ടത്. അത് ഞങ്ങൾക്ക് സ്ഥൈര്യലേപത്തിലൂടെ ലഭിക്കണത്. ഞങ്ങളത് ഊതിക്കത്തിക്കുകയും ചെയ്യും. നിങ്ങൾക്കത് വിശ്വാസത്തിലൂടെ ലഭിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തനം സ്ഥിരീകരണം ഉണ്ടാക്കിയാൽ മതി. പ്രവർത്തന സ്ഥിരീകരണത്തിലൂടെ നിങ്ങളുടെ സ്ഥൈര്യലേപനമായി. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കുമ്പോൾ മറ്റു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തിനെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ, പ്രേക്ഷിത പ്രവർത്തനം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള പ്രതിസന്ധികളുണ്ടായിട്ടും മറ്റുള്ള ആൾക്കാരെ നിങ്ങളെ കളിയാക്കിയിട്ടും ആക്ഷേപിച്ചിട്ടും നിങ്ങൾ വീണ്ടും പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ അതാണ് നിങ്ങളുടെ സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥിരീകരിച്ചു. ഇനി ദൈവം അടയാളം ഉടനെ കാണിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശുശ്രൂഷ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പോകാം. പാർവതി ഞങ്ങളെല്ലാവരും സ്പർശിച്ച ഒരു സംഭവം, പാർവതി ഉടമ്പടി അവസാനം പാർവതി തന്നെ ഒന്ന് ഉടമ്പടി ചെയ്യും. അവൾക്കറിയാമായിരുന്നു ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സൊക്കെ എടുക്കണമല്ലോ എന്ന്. അപ്പോൾ അതിന് അവൾ കുറച്ച് സമയം എടുത്തു, കുറച്ച് മെഡിറ്റേറ്റീവ് ടൈം എടുത്തു. കാര്യം അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയും, എടി മോളെ, നിൻ്റെതല്ലേ കാര്യം, അപ്പം നീ കൂടി ഉടമ്പടി എടുക്കണ മാതാവിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ട് അമ്മ ചെയ്യണ കാര്യമൊക്കെ പാർവതി കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇവളും ചെയ്യണ്ടേ. അപ്പം അതിനൊരു മനസ്സൊരുക്കം വേണം. അതിന് വരട്ടെ, ഞാനും ഓക്കെ ആകുമ്പോൾ ഞാനും അങ്ങനെ അവളെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് അവൾ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ അവൾ അമ്മയോട് തോന്നിട്ട് അവൾ പണ്ട് ദൈവം അവളെ രക്ഷിക്കാനുള്ള ചരട് മർമ്മം അവളുടെ ജീവിതത്തിൽ പണ്ട് പോലെ ദൈവം അവളെ പരിപാലിക്കുന്നുണ്ട്. അവളുടെ മനസ്സാക്ഷി നല്ലതുകൊണ്ടായിരിക്കും. അവൾ പഠിക്കണ കാലത്ത് ഫ്രഞ്ചാണ് അവൾ സെക്കൻഡ് ലാംഗ്വേജായിട്ട് എടുത്തത്. ഇഷ്ടപ്പെട്ടെടുത്തതല്ല, അത് കിട്ടിക്കൊണ്ട് എടുത്തതാണ്. പക്ഷേ ദൈവം അത് കൊടുത്തതാണ്. അപ്പോൾ അവൾക്കൊരു ഒരു ചിന്ത വന്ന് ഫ്രാൻസ് കുറച്ച് അറിയാമല്ലോ, ഫ്രാൻസിൽ പോകാൻ വേണ്ടി അമ്മയോട് പറയാം. അപ്പോൾ പക്ഷേ പോകാൻ പറ്റത്തില്ല, 26 ലക്ഷം രൂപ വേണം. 26 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ പോണേ?
നമുക്ക് അപ്പനും ഇല്ല, കാശും ഇല്ല. നിത്യനിവൃത്തിക്ക് വേണ്ടി അവൾ പഠിത്തവും നിർത്തിയിട്ട് അവളും എങ്ങോട്ട് ഒരു ചെറിയ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 26 ലക്ഷം രൂപ കിട്ടത്തില്ല. പക്ഷെ അപ്പോഴും അവൾ മനസ്സിൽ പറയും, അമ്മ തരൂ, അമ്മക്കുണ്ട്, അമ്മയുടെ കാശുണ്ട്, അമ്മ തരൂ. അപ്പം അമ്മ തരുമെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ വന്ന് ഉടമ്പെടുക്കും. ഉടമ്പെടുത്തിട്ട് പറയും, ഒരു കാര്യം എഴുതി, എനിക്ക് ഫ്രാൻസിൽ പോകണമെന്ന് എഴുതും, പിന്നെ ഒന്നും എഴുതത്തില്ല. പിന്നെ എഴുതാതെ പറഞ്ഞു, അമ്മേ എനിക്ക് അമ്മയെ കാണണമെന്ന് എഴുതും. പിന്നെ എഴുതും, അമ്മയുടെ കൂടെ ജീവിക്കണമെന്ന് എഴുതും. ഇത് പറഞ്ഞ് നമുക്ക് അറിഞ്ഞു വിചാരിക്കാം. അവൾ ആ 5 സാധനം എഴുതി വെച്ചിരിക്കുന്നത്, അമ്മയെ കാണണം, അമ്മയുടെ കൂടെ ജീവിക്കണം. ഇതാണ് ദൈവസ്നേഹമെന്ന് പറയണത്. 6 പ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത്. അവൾ ഉടമ്പടി ചെയ്ത ഒരൊറ്റ ഉടമ്പടിയാണ് ഒരു വല്ലാത്ത ഉടമ്പടി ആയിപ്പോയത്. സത്യസന്ധമായിട്ട് ചെയ്യണമല്ലേ. വീട്ടിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അമ്മ ഉടനെ ഉടമ്പടി അന്ന് തന്നെ എടുത്ത്, അമ്മയ്ക്ക് സമയം അധികമില്ലല്ലോ, പെട്ടെന്ന് എടുത്തിട്ട് ഫ്രാൻസിൽ പോകാനുള്ള സെറ്റിൽമെൻ്റ് ആക്കി. അപ്പോൾ എന്താ പറ്റിയത്? 26,000 രൂപ വേണം. 26,000 രൂപ എവിടെ നിന്ന് കിട്ടും? 26,000 രൂപ എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ അമ്മ, ഈ പാർവതിയുടെ അമ്മ, അവർ ഉടമ്പടി എടുത്ത് മാതാവുമായിട്ട് ലിങ്കിങ് ഉള്ള ആളാണ്. ഇവരൊക്കെ ലിങ്കിങ് ഉള്ള അവരുടെ അമ്മ പറയും, 26,000 രൂപ നിൻ്റെ മാനേജറിനോട് ചോദിക്കാൻ പറയും. അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്, മാതാവിനോട് പറയുന്നുണ്ട്, മാനേജർ ചോദിക്കാം. അവൾ ബാങ്കിൽ എന്തോ ഒരു 1 ഡേ പരിപാടിക്ക് ഈ നമ്മൾ ചില ക്ലർക്ക് പണിക്ക് പോകത്തില്ലേ, അവിടുത്തെ ഉദ്യോഗസ്ഥയല്ല, പുറത്തുള്ള പണി ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പാർവതി പറയും, മാനേജർ, നമ്മൾ ഇന്നലെയാണ് അവിടെ, കഴിഞ്ഞ ആഴ്ചയിലാണ് അവിടെ ഈ ജോലിക്ക് പോയത്. ഇപ്പോൾ 26,000 രൂപയുടെ ലോൺ ചോദിച്ചാൽ അയാൾ അങ്ങനെ വസ്തു ചോദിക്കത്തില്ലേ. നമുക്ക് വസ്തു അതിനകത്ത് വഴിയില്ലാത്ത കാരണം വിലയില്ല, എല്ലാവർക്കും ആ വിലയില്ലാത്ത വസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് വസ്തു തള്ളിക്കളയുക. അപ്പോൾ അത് വിൽക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ എങ്ങനെ ബാങ്കുകാർ എടുക്കണം 26 ലക്ഷം രൂപയ്ക്ക്? അപ്പോൾ അമ്മ പറയും, നീ ചോദിക്കുക, നമ്മൾ മാതാവിനും ഒപ്പിച്ചല്ലേ ചെയ്യണത്, വേറെ ആരെയും അടിസ്ഥാനപ്പെടുത്തിയല്ല ചെയ്യണം, നീ ചോദിക്കെന്ന് പറയും. ഉടനെ പാർവതി പോയി ബാങ്ക് മാനേജരോട് ചോദിക്കും. ബാങ്ക് മാനേജർ ചോദിക്കാൻ വേണ്ടി വീട്ടിലെ ഈ പഴയ പ്രമാണം എടുത്ത്, വിൽക്കാത്ത പുരയിടത്തിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് പോണ സമയത്ത് ഇടിയും വെട്ടി മഴ പെയ്യുന്നതോടുകൂടി ഇവൾ അവിടെ അടുത്ത കണ്ട ഒരു ചാപ്പലിലേക്ക് ഓടിക്കയറും, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി. നല്ല കാറ്റും മഴയുമാണ്. അപ്പോഴുണ്ടാ ഒരു സംഭവം വരുന്നു, ഒരു പ്രത്യേക തുമ്പി വരും. ഇങ്ങനെ പറഞ്ഞത്, ഇവളിങ്ങനെ വല്ലാണ്ട് ഈ മഴയത്ത് തുമ്പിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു തുമ്പി, മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തുമ്പി. പിന്നെ കാറ്റും മഴയും നിരക്കും. ഉടനെ ഇവൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ഈ തുമ്പി ഇവളുടെ കൂടെ പോവും. ഇവൾ മാനേജറിനെ കാണുമ്പോൾ തുമ്പി മാനേജറിൻ്റെ അടുത്തിരിക്കും. ഒരു കാര്യം പോണ കഥ കണ്ടില്ലേ? ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ചോദിക്കും, സാറേ എനിക്ക് ഫ്രാൻസിൽ പോകണം, 26 ലക്ഷം രൂപ വേണമെന്ന് പറയും. അപ്പോൾ മാനേജർ പറയും, അതിനെന്താ, ആ പ്രമാണം കേട്ട് നമുക്ക് നാളെ സെറ്റാക്കാമെന്ന് പറയും. നാളെ സെറ്റാക്കാമെന്ന് പറയുമ്പോൾ ഈ തുമ്പി അവിടെ ഇരിക്കുക. അതായത് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കണം, എന്താണ് വായിച്ചേ? അതായത് കർത്താവിൻ്റെ വചനത്തിൽ അതിശക്തമായൊരു വചനം, അതായത് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതൻ, പുറപ്പാട് 23 ഉടമ്പടിയിലുള്ളതാണ് ദൂതൻ. പുറപ്പാട് 23:20 ശ്രുതികണ്ട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 23:20. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. ഒന്ന് പറഞ്ഞ, ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ ദൈവം കൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ ദൂതൻ വഴി മോണിറ്റർ ചെയ്യും. ഭയങ്കര മോണിറ്ററിങ്ങാ. അപ്പം അതായത് നമ്മൾ ബൈബിൾ കാലത്ത് മാത്രം കേട്ടിരിക്കണതും ബൈബിൾ കാലത്ത് ഉരുകാഞ്ഞിരുന്ന സംഭവങ്ങൾ ഇന്നത്തെ വിശ്വാസി ഉരുക്കുന്നുണ്ട്. ഇപ്പം വെള്ളം ഉരുകണമെങ്കിൽ എന്താ വേണ്ടത്?
ഒരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരുമ്പോഴേ വെള്ളം തിളക്കത്തുള്ളൂ അല്ലേ? വെള്ളി തിളക്കണമെങ്കിൽ 800 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം. അതുപോലെ ഗ്ലാസ്, നമ്മുടെ ഈ ചെറിയ ഗ്ലാസ്സില്ലേ, നമ്മുടെ ഇതുപോലെ, അതായത് ലിക്വിഡ് വാട്ടറൊക്കെ സൂക്ഷിക്കുന്ന മൈന്യൂട്ട് ഗ്ലാസ്സില്ലേ, അത്തരം ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ 3800 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം ആ മണ്ണ് തിളച്ച ഗ്ലാസ് ആകണമെങ്കിൽ. അപ്പോൾ ഓരോ മൂലകത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചൂട് വേണം. ബൈബിൾ കാലത്ത് മാത്രം ഉരുകിയിരുന്ന പല മൂലകങ്ങളും പല ദൈവത്തിൻ്റെ പദ്ധതികളും ഇന്നത്തെ മനുഷ്യൻ അതിൻ്റെ അകത്ത് ആവശ്യമായ ചൂട്, വിശ്വാസത്തിൻ്റെ ചൂട്, പ്രത്യാശയുടെ ചൂട്, അതുപോലെ തന്നെ ദൈവസ്നേഹത്തിൻ്റെ ചൂട് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ശരിക്കും ദൈവം ഉയർത്തുന്നുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അർഹമായ വിശ്വാസം ആരോപിച്ചുകൊണ്ട് നിക്ഷേപിച്ചുകൊണ്ട് ഓരോ വചനത്തെയും ആക്ടിവേറ്റ് ആക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. ഉടമ്പടിയുടെ ഭാഗം തന്നെയാണ് ഈ സഞ്ചാരം എന്ന് പറയണത്. നമ്മൾ കണ്ടില്ലേ, ലെവയ 26:9 എന്താ പറഞ്ഞത്? നീയുമായിട്ടുള്ള ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അതിനോട് പണ്ട് ചേർത്ത് വായിക്കുന്നതാണ് ലേവ്യർ 26:11. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. പറഞ്ഞേ, ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ലേവ്യർ 26:12. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. സഞ്ചാരം എന്നുള്ളത് ഉടമ്പടിയുടെ ഭാഗമാണ്. അമ്മയായാലും അമ്മയുടെ ദൂതനായാലും ഇതുപോലെ ഉടമ്പടി പ്രകാരമാണ് സഞ്ചരിക്കണത്. നമ്മൾ സഞ്ചാരി മാതാവെന്ന ആൾക്കാരെ വെറുതെ പറയണമല്ല, അതുപോലെ വന്ന് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന, അതായത് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി സത്യസന്ധമാണെങ്കിൽ അതനുസരിച്ചുള്ള ജീവിതം അനപേക്ഷണീയമായിട്ട് സത്യസന്ധമാക്കിയാൽ തീർച്ചയായിട്ടും ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും, അതായത് ദൂതനെ അയക്കുക, നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകുക, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളെ എത്തിക്കുക, അതെല്ലാം ദൈവം കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെ ഒരു അനുഗ്രഹം നമുക്കും അവകാശമാക്കാൻ ആവശ്യമായ വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ദൈവം നമ്മളെ നയിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.